അങ്ങനെ ഒരു ദിവസം എൻ്റെ മൂത്ത മോൾക്ക് സ്കൂളിൽ നിന്ന് എഴുതി വിട്ട ഒരു നോട്ടിൽ അവർ എഴുതിയേക്കുന്നത്, കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, എന്തെങ്കിലും മരുന്നുകൾ എടുത്തുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഹോമിയോപ്പതി എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തു വിടുക, ഞങ്ങളോട് അറിയിക്കുക എത്ര ഗുളിക എത്ര വർഷം വെച്ച് കൊടുക്കണം എന്നൊക്കെ. പേരൻസിൻ്റെ സൂപ്പർസ്റ്റിഷൻസ് കാരണം മക്കൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലോട്ടും നമ്മുടെ മക്കളെയും സൂപ്പർസ്റ്റിഷ്യസ് അല്ലാതെ, എസ്പെഷ്യലി ഹെൽത്ത് കെയർ, ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, അതിനകത്ത് നാച്ചുറോപ്പതി ഇന്ത്യൻ അല്ല, അത് ഒരു അമേരിക്കൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ്, വളരെ റീസെൻ്റ് ആണ്. അതുകൂടാതെ ഹോമിയോപ്പതി, ഇതും ഇന്ത്യൻ അല്ല, അത് നാസി ജർമ്മൻകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അതാണ് ഹോമിയോപ്പതി. അതിനെയാണ് ഈ ആയുഷിന് കൂട്ടിച്ചേർത്ത് നമ്മൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ബോർഡ് ഓഫ് എത്തിക്സ് ഇൻ ഹോമിയോപ്പതി പറയാണ്, ആർക്കും മറ്റുള്ള ഡോക്ടർമാർക്കൊന്നും ഇനി ഹോമിയോപ്പതിനെ ക്വാക്സ് എന്ന് വിളിക്കാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ഒരു ഗുണമുള്ളത്, നമുക്ക് വേറെ പല വാക്കുകളുണ്ട് ഉപയോഗിക്കാൻ. നോൺസെൻസ് എന്ന് വിളിക്കാം, ഫ്രോഡ് എന്ന് വിളിക്കാം, സ്കാം എന്ന് വിളിക്കാം, ഇതൊക്കെ വിളിക്കാം. പക്ഷെ ക്വാക്ക് എന്ന് വിളിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇനിയുള്ള പ്രസംഗങ്ങളിലൊക്കെ ഹോമിയോപ്പതിനെ ഫ്രോഡ് എന്നല്ല, ക്വാക്ക് എന്നല്ല വിളിക്കുന്നത്, ഫ്രോഡ് എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ഇപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആയുഷ് വ്യവസായം ഒരു അന്ധവിശ്വാസത്തെ പുണ്യായുധം എന്നുള്ള ടോപ്പിക്കാണ്. അപ്പം നമുക്കെല്ലാവർക്കും അന്ധവിശ്വാസമുണ്ട് അല്ലേ? നമ്മളിലും നമ്മുടെ പേരൻസ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, ഇതൊരു നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ഫങ്ഷനാണ്. നമ്മൾ പല കാര്യങ്ങളിലും ബിലീവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ സൂപ്പർസ്റ്റിഷൻസ് നമുക്കൊരിക്കലും കംപ്ലീറ്റ്ലി ഒതുക്കാനോ മാറ്റാനോ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത് ആസ് ലോങ് ആസ് ഹ്യൂമാനിറ്റി ഈസ് ദെയർ, സ്റ്റുപ്പിഡിറ്റി ഈസ് ദെയർ. അപ്പോൾ സൂപ്പർസ്റ്റിഷൻസും പ്രസൻ്റ് ആയിരിക്കും, അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ ചില സൂപ്പർസ്റ്റിഷൻസിനെ നമ്മൾ ഒതുക്കണം, അതിനെ മറികടക്കണം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹെൽത്ത് കെയർ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനാണ് നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ സൂപ്പർസ്റ്റിഷൻസിൽ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്, അതാണ് ഞാൻ ഈ ഫസ്റ്റ് സ്ലൈഡ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ സൂപ്പർസ്റ്റിഷൻസ്, പേരൻസിൻ്റെ സൂപ്പർസ്റ്റിഷൻസ് കാരണം മക്കൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലോട്ടും നമ്മുടെ മക്കളെയും സൂപ്പർസ്റ്റിഷ്യസ് അല്ലാതെ, എസ്പെഷ്യലി ഹെൽത്ത് കെയർ, ഇപ്പോൾ ഇവിടെ എത്രയോ പേര് മക്കൾക്ക് ഹോമിയോപ്പതി കൊടുക്കുന്നു. ഏറ്റവും ഒരു സംഭവം ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്, നമ്മൾ പിള്ളേരെ സ്കൂളിൽ ചേർത്തപ്പം സ്കൂളിൽ നിന്ന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവർ നോട്ടിൽ എഴുതി വിടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എൻ്റെ മൂത്ത മോൾക്ക് സ്കൂളിൽ നിന്ന് എഴുതി വിട്ട ഒരു നോട്ടിൽ അവർ എഴുതിയേക്കുന്നത്, കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, എന്തെങ്കിലും മരുന്നുകൾ എടുത്തുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഹോമിയോപ്പതി എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തു വിടുക, ഞങ്ങളോട് അറിയിക്കുക എത്ര ഗുളിക എത്ര വർഷം വെച്ച് കൊടുക്കണം എന്നൊക്കെ. ടീച്ചർമാരാന്ന് ഓർക്കണം ഇത് എഴുതുന്നത്. അപ്പോൾ ആ ലെവലിൽ തന്നെ നമ്മുടെ സർക്യൂട്ട് ഗോണാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയുന്ന സംഭവമൊന്നും നമ്മുടെ നാട്ടിൽ ഒരിക്കലും വളരാനുള്ള ഒരു അവസരം പോലും കൊടുക്കുന്നില്ല ഫ്രം സ്കൂൾ ലെവൽ. ഇത് ഒരു ഓർഡറാണ്. അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് മാജിക്, ഡൽഹി ഇരിക്കുന്ന ഈ മിനിസ്ട്രി, നമ്മുടെ പബ്ലിക് ഫണ്ടൊക്കെ കാർന്ന് തിന്നുന്ന മിനിസ്ട്രി, എൻ്റെ പേരിൽ മാത്രം 3 മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. അവർക്ക് ഒരു ജോലിയില്ല, എൻ്റെ പേരിൽ മാത്രം 3 മീറ്റിംഗ് കൂടി. അത് ആ ഒരു മീറ്റിങ്ങിൻ്റെ ലേറ്റസ്റ്റ് ഒരു മെമ്മറാൻഡമാണ് ഈ കാണുന്നത്. അപ്പം പല കംപ്ലൈൻറ്റുകൾ കിട്ടി കാരണം അവർക്ക് എൻ്റെ പേരിൽ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ, സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ, നമ്മുടെ സ്റ്റേറ്റ് ആയുഷ് കൗൺസിൽ, ഇവർക്കൊക്കെ എൻ്റെ പേരിൽ എന്തൊക്കെയോ കുറേ പരാതികൾ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല, 2016 മുതൽ നടക്കുന്നതാണ്. അവർ മീറ്റിംഗ് കൂടും, എനിക്കൊരു ലെറ്റർ വരും, ഞാനൊന്നും മിണ്ടില്ല. അടുത്ത മീറ്റിംഗ് കൂടും, ഒരു ലെറ്റർ വരും, ഞാനൊന്നും മിണ്ടില്ല. അല്ല വക്കീലിനെ വിടും. ഇതൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ ഇതുവരെ നമ്മളൊന്നും പോയിട്ടുമില്ല. ഇതിൻ്റെ പേരിൽ നമുക്കൊരു ബുദ്ധിമുട്ടോ വന്നിട്ടില്ല, എക്സെപ്റ്റ് ഈ ഹാരാസ്മെൻറ്റ്, ഈ ലെറ്റേഴ്സ് നമ്മളതിന് റിപ്ലൈ കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് ഹാരാസ്മെൻ്റ് അല്ലാതെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു സയൻസ് നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. അതും സെൻട്രൽ ഗവൺമെൻറ് ലെവലിലാണ് ആലോചിക്കണം. ഇത് കുറേ നാളെ നമ്മൾ ഇപ്പം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എസൻസ് ആണെങ്കിലും, ഇപ്പം ഞങ്ങളുടെ മെഷ് എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ആണെങ്കിലും, ഹോമിയോപ്പതി, ആയുഷ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിനാണ്. ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, അതിനകത്ത് നാച്ചുറോപ്പതി ഇന്ത്യൻ അല്ല, അത് ഒരു അമേരിക്കൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ്, വളരെ റീസെൻ്റ് ആണ്. അതുകൂടാതെ ഹോമിയോപ്പതി, ഇതും ഇന്ത്യൻ അല്ല,
അത് നാസി ജർമ്മൻകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അതാണ് ഹോമിയോപ്പതി. അതിനെയാണ് ഈ ആയുഷിന് കൂട്ടിച്ചേർത്ത് നമ്മൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹോമിയോപ്പതിക്കെതിരെയാണ് ഏറ്റവും ഈസി നമുക്ക് എന്താ പറയുന്നത് ഒരു ആർഗ്യുമെൻ്റ് കൊണ്ടുവരാൻ. ബിക്കോസ് അത് ഏറ്റവും നോൺസെൻസിക്കൽ ആയിട്ടുള്ളതാണ് ഈ 5 അപ്പോൾ ഈ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേൾഡ് ഓവർ നോക്കുവാണെങ്കിൽ അതിനെ ക്വാക്കറി ആയിട്ടാണ് കണക്കാക്കുന്നത്. ക്വാക്കറി കപടശാസ്ത്രമാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിനെ ക്വാക്കറി ആയിട്ടാണ് ആൾക്കാരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ഇതാ പുതിയൊരു നോട്ടീസ്. ഈ നോട്ടീസ് പറയുന്നത് ഹോമിയോപ്പതിക്കാരെ ഇനി ക്വാക്സ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന്. ഇത് ആയുഷ് മിനിസ്ട്രിയുടെ ബോർഡ് ഓഫ് എത്തിക്സ് ആൻഡ് ഇൻ ഹോമിയോപ്പതി, ഇങ്ങനൊരു ബോർഡുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഹോമിയോപ്പതിക്കകത്ത് എത്തിക്സ്, അവൻ ഈ കുനിമേ കുരു എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പോൾ ആ ബോർഡ് ഓഫ് എത്തിക്സ് ഇൻ ഹോമിയോപ്പതി പറയാണ് ആർക്കും മറ്റുള്ള ഡോക്ടർമാർക്കൊന്നും ഇനി ഹോമിയോപ്പതിനെ ക്വാക്സ് എന്ന് വിളിക്കാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ഒരു ഗുണമുള്ളത് നമുക്ക് വേറെ പല വാക്കുകളുണ്ട് ഉപയോഗിക്കാൻ. നോൺസെൻസ് എന്ന് വിളിക്കാം, ഫ്രോഡ് എന്ന് വിളിക്കാം, സ്കാം എന്ന് വിളിക്കാം, ഇതൊക്കെ വിളിക്കാം. പക്ഷെ ക്വാക്ക് എന്ന് വിളിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇനിയുള്ള പ്രസംഗങ്ങളിലൊക്കെ ഹോമിയോപ്പതിനെ ക്വാക്ക് എന്നല്ല വിളിക്കുന്നത്, ഫ്രോഡ് എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ അടിസ്ഥാനത്തിലാണ്. അതെ, നമ്മുടെ റൈറ്റാണ്. സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് ഹ്യൂമാനിസത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നതും പറയുന്നത്. ഇതിനകത്ത് കൊളാട്രൽ ഡാമേജ് പലതും വരും. അത് നമ്മുടെ ഇഷ്യൂ അല്ലത്. പലരുടെയും ബിസിനസ്സൊക്കെ തകരും. ഇറ്റ് ഈസ് നോട്ട് അവർ പ്രോബ്ലം, അല്ലേ? ഇത് എനിക്ക് കുറേ നാൾ മുമ്പ് കിട്ടിയൊരു മെസ്സേജാണ് ട്വിറ്ററിൽ. ഇത് ആയുർവേദത്തിനിട്ട് നന്നായിട്ട് പറഞ്ഞ് ആയുർവേദത്തെ ഏകദേശം പഞ്ഞിക്കിട്ട സമയത്ത് ഒരാൾ എനിക്ക് അയച്ചൊരു മെസ്സേജാണ്. ഇതൊന്ന് വായിക്കണം, ഭയങ്കര രസമാണ്. ഇദ്ദേഹം പറയുന്നത് നമ്മളെ തട്ടിക്കളയും, 10,000 രൂപയുടെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞ് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പോലീസിന് കൈമാറി ഈ വിവരങ്ങളെല്ലാം. പോലീസ് വന്ന് FIR ഒന്നും എടുത്തില്ല. ബിക്കോസ് ഇതൊരു അനോണിമസ് അക്കൗണ്ട് ആയത് കാരണം അവർക്ക് ട്രേസ് ചെയ്യാനൊന്നും പറ്റിയില്ല. VPN ഒക്കെ യൂസ് ചെയ്തു. പോലീസൊക്കെ വന്നിട്ട് നമ്മുടെ OPD വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഫസ്റ്റ് OPD ആണ് നമ്മുടെ ഒരു നിരയെ നോക്കുമ്പം. അപ്പം എൻ്റെ ബാക്കിൽ വേറൊരു റൂമുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ബാക്കിലെ റൂമിൽ പോയിരിക്കുക, അപ്പോൾ ആരെങ്കിലും വെടിവെക്കാനോ കുത്താനൊക്കെ വന്നാൽ ആദ്യത്തെ റൂമിലുള്ള ആൾക്കാർക്ക് അത് കിട്ടിക്കോളും. അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ OPD നിങ്ങൾ രാജഗിരി വന്നറിയാം, ബാക്കിലായിരിക്കുന്നത് ഞാൻ, അല്ലാതെ ഫ്രണ്ടിലത്തെ OPD-യിലല്ല. അപ്പോൾ അത് ഈ ഒരു സംഭവം കാരണമാണ്, ഡെത്ത് ത്രെറ്റ് കാരണമാണ്. ഇങ്ങനെ പല ഡെത്ത് ത്രെറ്റ്സും എല്ലാ വർഷവും വരാറുള്ളതാണ്. നമ്മളുടെ ഈ ഹോൾ ഐഡിയ ഓഫ് ഹെൽത്ത് കെയർ മാറുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ എനിക്ക് നമ്മൾ ഓൾട്ടർനേറ്റീവ് മെഡിസിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ മോഡേൺ മെഡിക്കൽ, നമ്മുടെ ഈ സയൻസ് ബേസ്ഡ് മെഡിസിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറയണം. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പല ഹോസ്പിറ്റൽസും പ്രൈവറ്റ് ഇക്വിറ്റി ഏറ്റെടുക്കുകയാണ്. ഇതൊരു വലിയൊരു ബിസിനസ് മോഡലായി മാറുകയാണ്. ഇപ്പം ഡൽഹിയിലും ബോംബെയിലൊക്കെ നടക്കുന്ന മാതിരിയുള്ള വലിയ കോർപ്പറേറ്റ് ലെവൽ ഓഫ് മെഡിക്കൽ ബിസിനസ്സായി മാറും. അപ്പം പല ഹോസ്പിറ്റൽസും ഏറ്റെടുത്തിട്ടുണ്ട്, നമുക്കറിയാം. ബേബി മെമ്മോറിയലും ചാഴികാട്ട് ഹോസ്പിറ്റലും ആസ്റ്ററും ഒക്കെ വലിയ വലിയ കോർപ്പറേറ്റ്സ് ഏറ്റെടുത്തേക്കാണ് ഈ പ്രൈവറ്റ് ഇക്വിറ്റി. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓൾറെഡി കേരളത്തിലെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഭയങ്കര ഹൈ ആണ്. അതായത് നമ്മളിപ്പം നാഷണൽ ആവറേജ് നോക്കുമ്പം ഏകദേശം 2,700 റുപ്പീസാണ്. പക്ഷേ കേരളത്തിലെ ആവറേജ് എന്ന് പറയുന്നത് 8,400 ആണ്. ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ കൊച്ചി കേരളത്തിലാണ്. അതുകൊണ്ടാണ് കമ്പനിക്കാരെല്ലാം കേരളത്തിനെ ടാർഗറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മലയാളികൾക്ക് മരുന്ന് കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ അത് മോശമായ ഡോക്ടറാണ്, 2 എഴുതി കൊടുക്കുന്നതാണ് നല്ല ഡോക്ടർ. അതാണ് ഇവിടുത്തെ ഒരു ചിന്താഗതി. അപ്പം അങ്ങനെയുള്ളൊരു നല്ല ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കാൻ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ സമൂഹത്തിൽ പല പല തെറ്റിദ്ധാരണകൾ, അതായത് കംപ്ലീറ്റ് കെയോസ് ആണ് ഇവിടെ ഹെൽത്ത് കെയറിൽ. അതിലൊരു കെയോസ് ഇതാണ്: ഹൂ ഈസ് എ ക്ലിനിക്കൽ ഡോക്ടർ? ഡോക്ടർ ആരാണ്, അല്ലേ? ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടറാണ്, ഹോമിയോപ്പതി പ്രാക്ടീഷണർ ഡോക്ടറാണ്, ആയുർവേദക്കാരൻ ഡോക്ടറാണ്, യുനാനി ഡോക്ടറാണ്, ഇപ്പം ഇലക്ട്രോ ഹോമിയോപ്പതി എന്നൊക്കെ പറഞ്ഞ പുതിയ സംഭവങ്ങളൊക്കെ ഇറങ്ങുന്നത് അവരും ഡോക്ടറാണ്. പിന്നെ എവിടെയൊക്കെയോ സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ എഴുതി ഒരു വീക്കെൻഡ് സർട്ടിഫിക്കേഷനൊക്കെ എഴുതിയ ആൾക്കാർ ഡോക്ടർ എന്ന് വിളിക്കുന്നുണ്ട്, ഡയറ്റീഷ്യൻസും ക്ലിനീഷ്യൻസും ഒക്കെ. അതുകൂടാതെ നമ്മളും അല്ലാത്ത ഡോക്ടർമാരുമുണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് ശരിയായ ഡോക്ടർ എന്നുള്ള ഒരു കൺഫ്യൂഷൻ മനുഷ്യരിൽ ഓൾറെഡി ഉണ്ട്. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇദ്ദേഹത്തിൻ്റെ എനിക്ക് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു കാണും, കുറേ റീൽസൊക്കെ ഇറക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു നാച്ചുറോപ്പതാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു റെഡ് ഫ്ലാഗ്, അതായത് ഡോക്ടർ ആരല്ല എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു നല്ലൊരു സൈനാണ് ഈ കാണുന്ന ഫോട്ടോ.
ഒരു ലാബ് കോട്ടും ഒരു സ്റ്റെതസ്കോപ്പും ഇട്ട് ഫോട്ടോ എടുക്കുന്നതിന് ശരിക്കും ഡോക്ടർ അല്ല. അപ്പം എൻ്റെയൊക്കെ പ്രൊഫൈൽ കണ്ടാൽ അതിനകത്തൊന്നും ഞാനൊക്കെ ടീഷർട്ടൊക്കെ ഇട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതാണ് കൂടുതലും റെഡ് ഫ്ലാഗ്. അപ്പം ഇങ്ങനെയുള്ളവന്മാർ സ്റ്റെതസ്കോപ്പും ലാബ് കോട്ടും ഇട്ടില്ലെങ്കിൽ അവർക്ക് ആ ഒരു ക്രെഡിബിലിറ്റി വരുന്നില്ല. ബിക്കോസ് അവർ ഡോക്ടർമാരല്ല എന്നുള്ളത് അവർക്കും അറിയാം. ഇത് മാർസ്ലീവ എന്ന് പറയുന്ന വലിയൊരു മെഡിക്കൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്കൊരു നാച്ചുറോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പൾസ് ഡയഗ്നോസിസ്. നിങ്ങൾ കേട്ട് കാണും, നാഡി പരീക്ഷ. ഈ ഡോക്ടറിൻ്റെ OPD അവിടുത്തെ ഒരു വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞാണ്, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞാണ്, ജനറൽ മെഡിസിനും ഈ ഡിപ്പാർട്ട്മെൻറ്റും അടുത്തടുത്താണ്. ജനറൽ മെഡിസിനിലെ ക്യൂവും ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്യൂ നോക്കിയാൽ നമ്മൾ നിന്ന് പന്തളിച്ചു എന്ന് പറയുന്നത്. ഈ ഇദ്ദേഹത്തിന് ഭയങ്കര ലോങ് ക്യൂ ആണ്. അവിടെ ടെസ്റ്റൊക്കെ ചെയ്യണമല്ലോ നമുക്ക് ശരിക്കും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. ഇദ്ദേഹം വെറുതെ പൾസ് നോക്കിയിട്ട് സംഭവം പറയും. ചിലവ് കുറവാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് മുമ്പിലാണ് പേഷ്യൻസ് മുഴുവൻ. ഈ പൾസ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിലും അല്ലാതെ നമ്മുടെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലൊക്കെ ഉള്ളൊരു സംഭവമാണ്. ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. പൾസ് നമുക്ക് നോക്കണം, പൾസ് നോക്കാതിരിക്കില്ല. അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടർ, സ്പെസിഫിക് ടൈപ്സ് ഓഫ് പൾസ്, നമുക്ക് ചില ഹാർട്ട് വാൽവ് ഡിസീസൊക്കെ നമുക്ക് പൾസ് നോക്കിയാൽ ക്യാരക്ടറൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ നമ്മൾ MBBS പഠിക്കുന്നതാണ്. പക്ഷേ അത് വെച്ചിട്ട് ഒരു അസുഖത്തെ പറ്റി എക്സാക്ട്ലി പറയാം, അസുഖം ഫ്യൂച്ചറിലോട്ട് എന്തൊക്കെ ആവും എന്നൊക്കെ പറയാന്നുള്ളത് കംപ്ലീറ്റ്ലി തട്ടിപ്പാണ്. അത് ആക്ച്വലി നാച്ചുറോപ്പതി വരുന്ന പോലും ഇല്ല. അത് നാച്ചുറോപ്പതി അല്ല. നാച്ചുറോപ്പതി നേച്ചർ ഹിൽസ് ആണ്. വരുന്നത് വരട്ടെന്നുള്ളതാണ് നാച്ചുറോപ്പതി. ഒന്നെങ്കിലും മരിക്കും അല്ല ജീവിക്കും. ദാറ്റ് ഈസ് നാച്ചുറോപ്പതി. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. പൾസ് ഡയഗ്നോസിസ് ഇപ്പോൾ അതിനകത്ത് കാണാം അവരെന്തൊക്കെ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അക്യുപഞ്ചർ, ഡയറ്റ് തെറപ്പി, പല പല കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്സ് ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. ഡോക്ടേഴ്സ് എന്നുള്ള ഒരു സെയിം ലെവലാണ് ഇവർക്കൊക്കെ ഇപ്പം പബ്ലിക്കും കൊടുക്കുന്നത്. പബ്ലിക്ക് മാത്രമല്ല, ഈ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരും ഇവരെയൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം പബ്ലിക് ഹെൽത്ത് കെയർ ഇസ് ഗോയിങ് ടു ബി വെരി എക്സ്പെൻസീവ് ആൻഡ് വെരി ഡേഞ്ചറസ് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇതിലെന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പം പൾസ് ഡയഗ്നോസിസ് ഞാൻ ചെറിയൊരു കഥ പറയാം. ഇതൊരു ട്രൂ സ്റ്റോറിയാണ് കേട്ടോ. പൾസ് ഡയഗ്നോസിസ് ഇതൊരു തെലങ്കാനയിൽ നിന്ന് വന്നൊരു പേഷ്യൻ്റാണ് എന്നെ കാണാൻ. അപ്പം പേഷ്യൻറ്റിൻ്റെ മകനും പേഷ്യൻ്റ് ഒരു മിഡിൽ ഏജ്ഡ് മാൻ. അദ്ദേഹത്തിന് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ്. ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായ നെഞ്ചിടിപ്പ്, നെഞ്ചുവേദന, വല്ലാതെ വിയർക്കുന്നു, അങ്ങനത്തെ ഇഷ്യൂസ്. അപ്പം അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പറായിട്ട് ഡോക്ടറെ അടുത്ത് പോയി. അവർ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് പറയും ഇദ്ദേഹത്തിന് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, GAD എന്ന് പറഞ്ഞൊരു അസുഖമാണ്. സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വിട്ടു. സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വിട്ടപ്പോൾ തന്നെ പേഷ്യൻ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു മാനസിക രോഗിയായിരുന്നു പോയില്ല. അപ്പോൾ അവർക്കതൊക്കെ ഈ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിന് ഭയങ്കര സ്റ്റിഗ്മയാണ് നമ്മുടെ നാട്ടിൽ. അതൊരു അസുഖമാണ്, അതിന് ട്രീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ പേഷ്യൻ്റ് അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു ചെറിയ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള ഒരു മരുന്ന്, ഒരു 3 to 6 months കോഴ്സ് എടുക്കുക, കൗൺസിലിങ്, യു വിൽ ബി ഓക്കെ. ഇത്രയുള്ള സംഭവം. പക്ഷേ ആ ആങ്സൈറ്റിക്ക് എന്ന് പറയുമ്പോൾ സൈക്കാട്രിസ്റ്റ് കൊടുക്കുന്ന മരുന്നൊക്കെ ഭയങ്കര അഡിക്ഷൻ വരും, ഉറക്കം വരും, ഭയങ്കര പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യില്ല. നമ്മൾ ആ മരുന്നുകളൊക്കെ നമ്മൾ തന്നെ സ്റ്റിഗ്മറ്റൈസ് ചെയ്ത് ദൂരെ കളയും. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരൊരു ആയുർവേദ പ്രാക്ടീസ് എടുത്ത് പോയി. ഇതൊരു പരമ്പരാഗത വൈദ്യനാണ് അവിടുത്തെ, തെലങ്കാനയിലെ. അവിടെ പോയിട്ട് അദ്ദേഹം നാഡി പരീക്ഷയൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് ഓൾറെഡി ആങ്സൈറ്റി ഡയഗ്നോസ് അവിടെ ഉണ്ട്. ഇവർക്ക് ഡയഗ്നോസിന് അറിയില്ല. അപ്പോൾ ഓൾറെഡി മോഡേൺ മെഡിസിൻ എന്നുള്ള ഡയഗ്നോസിസ് എന്തെങ്കിലും എടുത്ത് പറയും. അപ്പോൾ അത് ഓൾറെഡി ഒരു നോൺ ഫാക്റ്റ് ആണല്ലോ. അത് കൂടാതെ ഹൈപ്പർ അസിഡിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അകത്തുള്ള കഫയും പിത്തവും വാദവും ഒക്കെ എല്ലാം പ്രശ്നത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് കുറച്ച് ഒരു എക്സ്ട്രാക്ട്, ഒരു ബൊട്ടാനിക്കൽ ഹെർബൽ എക്സ്ട്രാക്ട് കൊടുത്ത്. അതാണ് ഈ സാധനം. ശനപുഷ്പി എന്ന് പറയും. ക്രോട്ടലേറിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ പെടുന്നതാണ് ശനപുഷ്പി. ഇദ്ദേഹം ഈ 2 ആഴ്ച ശനപുഷ്പി അരച്ച് കുടിച്ച്. ആങ്സൈറ്റി ഒന്നും പോയിട്ടില്ല, പക്ഷേ പുള്ളി കുടിച്ച് 2 ആഴ്ച. കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് പയ്യെ പെട്ടെന്ന് ഇദ്ദേഹത്തിന് വിശപ്പ് കുറഞ്ഞു, ഇദ്ദേഹത്തിന് ഭയങ്കര വയ്യായിയായി, കിടപ്പായി, കണ്ണിൽ ഭയങ്കര മഞ്ഞളിപ്പ്, ഭയങ്കര സിവിയർ ജോണ്ടിസ് വന്നു തുടങ്ങി. ഇത് അവിടെ 2 ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും അവർ വൈറസിന് ടെസ്റ്റ് ചെയ്തു, അവർ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് ടെസ്റ്റ് ചെയ്തു, അവർ മോഡേൺ മെഡിസിൻസും ഉണ്ടാക്കാമല്ലോ, ലിവർ ഇഞ്ചുറി, അതൊക്കെ നോക്കി, അതൊന്നുമില്ല. അദ്ദേഹം ആൽക്കഹോൾ കുടിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം അവർക്കൊന്നും മനസ്സിലാകുന്നത് ഏറ്റവും അവസാനം ഈ മഞ്ഞപ്പിത്തം കൂടി 43 എത്തി. നോർമലി നിൽക്കേണ്ടത് ലെസ് ദാൻ 3 ആണ്. മോർ ദാൻ 3 ആണ് നമ്മൾ ക്ലിനിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. 43 എത്തിയപ്പോൾ ഇവർ ചെന്നൈയിലൊരു ഹോസ്പിറ്റലിൽ ചെന്നു. ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ചെന്നാൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവർ മഞ്ഞപ്പിത്തം 43 കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു നമുക്ക് എന്തായാലും ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അല്ലാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷന് ഡോണർ പയ്യനാണ്, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്ററുണ്ട്, വൈഫുണ്ട്. അവർ അപ്പുറത്താണ്, തെലങ്കാനയിലാണ്, ഇവർ ചെന്നൈയിലാണ്.
പക്ഷേ ഇദ്ദേഹം പറയുന്നത് സംഭവം എന്താണ്, എന്തുകൊണ്ട് സംഭവിച്ചു, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ വൈ ഈസ് ദിസ് ഹാപ്പനിങ്, അതാണല്ലോ പേഷ്യൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്താൽ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ അവിടുന്ന് ബയോപ്സി ഒക്കെ ചെയ്ത സമയത്ത്, ബയോപ്സി ചെയ്ത് കഴിഞ്ഞിട്ടപ്പം നമ്മളെപ്പറ്റി അറിയാം, നമ്മുടെ അടുത്ത് വന്നപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഡിസീസ് ഹെപ്പറ്റോളജി പ്രാക്ടീസിൽ ഞാൻ കാണുന്ന ഏറ്റവും വൃത്തികെട്ട ഡിസീസാണ്. അത് ഞാൻ തന്നെ വിയർക്കും അങ്ങനെ ഡയഗ്നോസ് കണ്ട്, അങ്ങനത്തെ ഒരു അസുഖമാണിത്. അപ്പം ഞങ്ങൾ പക്ഷേ ഏറ്റവും അവസാനം പേഷ്യൻറ്റിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ബിക്കോസ് ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ ഇദ്ദേഹം ജീവിക്കത്തില്ല എന്നുള്ള ഉറപ്പാണ്. ഈ അസുഖം എന്ന് പറയുന്നത് 100% ഡെത്ത് റേറ്റ് ആണ് ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ. ഇതായിരുന്നു ആളുടെ ലിവർ. ഇതിനാണ് ഞാൻ വീപ്പിംഗ് ലിവർ എന്ന് പറയുന്നത്. രക്തം വീപ്പിയാണ് ഈ ലിവർ. ഈ അസുഖത്തിൻ്റെ പേരാണ് സൈനസോയ്ഡൽ ഒബ്സ്ട്രക്ഷൻ സിൻഡ്രോം. ഈ ശനപുഷ്പിയിലൊക്കെ അതുപോലുള്ള പല ചെടികളിലും പൈറലോസിഡീൻ ആൽക്കലോയിഡ് എന്ന് പറഞ്ഞ ഒരു ബൊട്ടാനിക്കൽ കെമിക്കലുണ്ട്. അപ്പോൾ ആൾക്കാർ പറയും നിങ്ങളൊക്കെ എഴുതുന്നത് മുഴുവൻ കെമിക്കൽ, ഞങ്ങൾ എഴുതുന്നതൊക്കെ നാച്ചുറൽ, എവറിത്തിങ് ഇസ് കെമിക്കൽ. ഈ മൈക്ക് കെമിക്കലാണ്, ഞാൻ മെയ്ഡ് ഓഫ് കെമിക്കൽസ് ആണ്, നിങ്ങളിരിക്കുന്ന ചെയർ മെയ്ഡ് ഓഫ് കെമിക്കൽസ് ആണ്, എവറിത്തിങ് ഇസ് കെമിക്കൽസ്. അതുപോലെ പ്ലാന്റ് കെമിക്കൽസും ഉണ്ട്. അപ്പോൾ പൈറലോസിഡീൻ ആൽക്കലോയിഡ് എന്ന് പറയുന്ന കെമിക്കലുള്ള ചെടി കഴിച്ചാൽ, ഈ പൈറലോസിഡീൻ ആൽക്കലോയിഡിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതിന് ഈ ലിവറിനകത്തുള്ള രക്തക്കൊലകളെ ഡാമേജ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വാസ്കുലോ ടോക്സിക് ആണ്. ഈ ലിവറിൻ്റെ അകത്തുള്ള ബ്ലഡ് വെസൽസിനെ അത് നശിപ്പിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് കൺജസ്റ്റീവ് ഫെയിലിയർ വരും, ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ട് നിൽക്കും ലിവറിൽ. ലിവർ ഇതുപോലെ ഇങ്ങനെ വീർത്ത് ലിവർ ഫെയിലിയർ ആയിട്ട് മാറും. സൈനസോയ്ഡൽ ഒബ്സ്ട്രക്ഷൻ സിൻഡ്രോമിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല, ട്രാൻസ്പ്ലാന്റേ ഉള്ളൂ. ഇതാണ് ഒരു നോർമൽ ലിവർ. അപ്പോൾ നിങ്ങൾ ആ ഡിഫറൻസ് നോക്കി, അതാ പയ്യൻ്റെ ലിവറാണ്, ലിവർ കൊടുത്ത വ്യക്തിയുടെ ലിവറാണ് ആ കാണുന്നത്, ഹെൽത്തി പിങ്ക് ലിവർ. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ നീക്കം ചെയ്ത് പേഷ്യൻറ്റിന് കൊടുത്തു. ആൻഡ് ഹീ സർവൈവ്ഡ്. ഇത് ആഫ്റ്റർ 2 years ആണ്. ഒരു കുഴപ്പമില്ല. ഈ പയ്യൻ കോളേജിൽ പോകുന്നു, ഇപ്പോൾ 3rd year ആണ്. 3rd year കഴിഞ്ഞു. ഈ പേഷ്യൻ്റ് ഇപ്പോൾ വളരെ നന്നായിരിക്കുന്നു, അവിടെ ബിസിനസ്സൊക്കെ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ 20 to 25 lakhs ഇവിടെ ചിലവഴിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഒരു സ്മോൾ ഡോസ് ഓഫ് ആങ്സൈറ്റിക്ക് ഒരു 3 months എടുത്തായിരുന്നു പോകുന്ന കാര്യമുള്ളൂ. പക്ഷേ ദേ ലോസ്റ്റ് 25 to 30 lakhs ഒറ്റൊരു കാര്യത്തിൽ. മിസ്ഇൻഫോർമേഷൻ. അപ്പം ഇത് നമ്മളുടെ ഒരു കേസ്. ഇപ്പം ഞാൻ ഇത് കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാൻ മാത്രമല്ല, ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് കാണുന്നുണ്ട്. ആരും പക്ഷേ അതിനെപ്പറ്റി പറയുന്നില്ല. പലർക്കും അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു, പലർക്കും പേടി. ഇത് കാരണമാണ് അവർ പറയാത്തത്. പക്ഷേ നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ മരുന്നുകളെല്ലാം കഴിച്ചു വരുന്ന രോഗികളെ കുറേ കാണുന്നുണ്ട്. ഇങ്ങനത്തെ രോഗികളിൽ രണ്ട് ഓപ്ഷൻസാണ് സാധാരണ നമ്മൾ കാണുന്നത്. ഒന്നെങ്കിൽ ഇവർ അസുഖം മൂർച്ഛിച്ച് ഇവർ മരിച്ചു പോവും, അല്ലെങ്കിൽ നമ്മൾ ഇവരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഒരു സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര റെയറാണ് ഈ ഹെർബൽ ലിവർ ഇഞ്ചറിയിൽ. ഇപ്പം നോക്കി, ആദ്യത്തെ പിക്ചർ കണ്ടില്ലേ, കുറേ പൊടികൾ. ഈ പൊടിക്കകത്ത് എന്തോ ഉള്ളത് ആർക്കും അറിയത്തില്ല. ഇത് മണത്ത നല്ല അവലോസ് പൊടിയുടെ മണമാണ്, പക്ഷെ സാധനം ഡേഞ്ചറാണ്. അപ്പം ഈ പൊടിക്കകത്ത് എന്താ ഉള്ളതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇതിനെതിരെ എന്ത് കൊടുക്കണം നമുക്കും അറിയില്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി വി ഡോണ്ട് നോ ഹൗ ടു ട്രീറ്റ് ദ പേഷ്യൻറ്റ് അഗെയിൻസ്റ്റ് ദിസ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ പേഷ്യൻറ്റ് ചെയ്യുന്നത്? ട്രാൻസ്പ്ലാന്റ്, അതിൽ ഡെത്താണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ കുറേ അൺലേബിൾഡ് ആയിട്ടുള്ളതും ലേബിൾഡ് ആയിട്ടുള്ളതും ഇങ്ങനത്തെ മെഡിസിൻസ് നമ്മൾ ഓവർ ദ ഇയേഴ്സ് കളക്ട് ചെയ്ത് ഇതിനെപ്പറ്റി സ്റ്റഡീസ് നടത്തി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ 2016-17 ആദ്യത്തെ പഠനം വരുന്നത് ആയുർവേദിക് മെഡിസിൻസ് ക്യാൻ കോസ് ഹാം. അതുവരെ നമ്മുടെ സമൂഹത്തിൽ ധാരണ ഹെർബൽ മെഡിസിൻ ഈസ് നാച്ചുറൽ ആൻഡ് സേഫ്. ഹെർബൽ മെഡിസിൻ ടോക്സിറ്റി സ്പോണ്ടേനിയസ് ആയിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമായിട്ട് റിപ്പോർട്ടഡ് ആണ്. പക്ഷേ ഇതുപോലെ ലാർജ് സീരീസൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒറിജിനൽ പേപ്പർ. ഈ പേപ്പറിൽ നിന്നാണ് എൻ്റെ ലൈഫ് മാറിയത് ആക്ച്വലി. ഈ പേപ്പർ അതിൻ്റെ എഡിറ്റോറിയൽ എഴുതിയത് താഴെ പ്രൊഫസർ ഹർഷദ് ദേവർഭവിയാണ്, സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ കാസ്ട്രോളജി പ്രൊഫസറാണ്. അദ്ദേഹം എഴുതി ഇറ്റ്സ് ടൈം ടു വേക്കപ്പ് ആൻഡ് ടേക്ക് നോട്ടീസ് വന്ന്, പക്ഷേ പോലീസിൽ നിന്നും കോടതിയിൽ നിന്നൊക്കെയാണെന്നേ ഉള്ളൂ, അല്ലാതെ പബ്ലിക് നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ പത്രക്കാരും എഴുതി തുടങ്ങി. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ലേഖനമായിരുന്നു ഈ സ്റ്റഡിയെ പറ്റി. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്നാണ് അവർക്ക് ആദ്യത്തെ കേസ് കിട്ടുന്നത്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന്. എന്തിന് നിങ്ങൾ ഇത് എഴുതിയെന്ന് ചോദിച്ച്, എന്നിട്ട് അവരെ സമ്മൺസ് വിളിച്ച് ഭയങ്കര ബഹളമായിരുന്നു. ഏറ്റവും അവസാനം എന്നെക്കൊണ്ട് തന്നെ അവരെ എഴുതിപ്പിച്ചു. ഇതൊരു എൻ്റെ സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് റിപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്ത കാരണം ആ കേസൊക്കെ അവർ തള്ളി. അതല്ലാതെ എൻ്റെ പൊക്കത്ത് പല പല കേസ് വന്നു. അപ്പം ഈ ഒരു സ്റ്റഡിയിൽ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. ഈ സ്റ്റഡിക്കകത്ത് നമ്മളൊരു ഓർത്തോ ഹെർബ് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു ഭയങ്കര പരസ്യമുള്ളൊരു ഇതാണ്. ഇപ്പം അധികം പരസ്യം കാണുന്നില്ലല്ലോ, ഉണ്ടോ? ടി വിയിലല്ലേ ഉള്ളൂ, പത്രങ്ങളിലൊന്നും വരുന്നില്ലല്ലോ അധികം.
അത് ഈ സ്റ്റഡി കാരണമാണ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇവിടുന്ന് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പറ്റം പോലീസുകാർ വണ്ടി എടുത്ത് എറണാകുളത്ത് വന്ന്, എന്നിട്ട് ഞാൻ 1-ാം പ്രതി, എൻ്റെ ഫാദർ 2-ാം പ്രതി, എൻ്റെ പെത്തോളജിസ്റ്റ് 3-ാം പ്രതി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ജൂനിയർ കൺസൾട്ടൻറ്റ് 4-ാം പ്രതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡോക്ടർമാരെയൊക്കെ പ്രതികളാക്കി അവിടെ മൊഴിയെടുക്കാൻ വന്നു. എന്തിന്? ഈ പേപ്പർ പബ്ലിഷ് ചെയ്തതിന്, ഡിഫമേഷൻ, ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം ഞങ്ങളുടെ അടുത്തിരുന്ന് സംസാരിച്ചു. അപ്പം ആദ്യം പോലീസ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഓണറിനെ അറിയാവോ ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു പത്മശ്രീ അവാർഡ് വിന്നറാണ്. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു ഞാനും ഒരു പത്മശ്രീ അവാർഡ് വിന്നറാണ്. അപ്പോൾ പിന്നെ ആ ഡിസ്കഷൻ അവിടെ നിന്ന്. പിന്നെ പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം അല്ലേ, അതൊന്നും ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു ഇതൊരു സയൻറ്റിഫിക് പേപ്പറാണ്, ഡോക്ടർ നിലയിൽ നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പം അതൊക്കെ പറഞ്ഞപ്പോൾ പോലീസുകാർ കാര്യം മനസ്സിലായി, അവർ സ്ഥലം വിട്ടു. പക്ഷെ അവർ ചെന്നിട്ട് എൻ്റെ പെത്തോളജിസ്റ്റ് ആയ വ്യക്തി, അദ്ദേഹത്തിൻ്റെയും പിന്നെ നമ്മുടെ ലാബ് മെമ്പേഴ്സ് ഈ ബയോപ്സിക്ക് ചെയ്ത് അവരെയൊക്കെ ഭയങ്കരമായിട്ട് ഹാരാസ് ചെയ്ത്. അപ്പം ഡോക്ടേഴ്സിനൊക്കെ ഇത് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് നമ്മൾ സാധാരണ രീതിയിൽ അവരൊക്കെ വളരെ ശാന്തരാണ്, അതായത് പേഷ്യൻസിനെ നോക്കി ജീവിച്ചു പോകുന്ന ആൾക്കാർ. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഭയങ്കര ക്വസ്റ്റ്യനിങ്ങും പോലീസും പട്ടാളമൊക്കെ വരുന്നത്. അത് കേട്ട് എൻ്റെ പെത്തോളജിസ്റ്റ് നാട് വിട്ടു. അപ്പം അതിനകത്തുള്ളൊരു പേര്, പെത്തോളജിസ്റ്റിൻ്റെ പേര് കാണാം, അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, അദ്ദേഹം പുറത്താണ് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് പുള്ളിക്ക് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി, അത്രയ്ക്ക് ഹരാസ് ചെയ്ത ആളെ. അന്ന് ലാബിൽ ബയോപ്സി സ്ലൈഡ്സ് ഒക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. പോലീസിന് ബയോപ്സി കണ്ടാൽ മനസ്സിലാവും, ഇല്ല, ചുമ്മാ വെറുതെ. അപ്പോൾ ആൾ പോയി. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള പഠനങ്ങളൊക്കെ നിങ്ങൾ നോക്കുവാണല്ലേ, അതിനകത്ത് പെത്തോളജിസ്റ്റുകളുടെ പേരേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ പെത്തോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ബയോപ്സി ചെയ്യുന്നുണ്ട്, നമ്മൾ ഇഷ്ടംപോലെ പഠനങ്ങൾ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട്. പക്ഷേ അതിനകത്ത് പെത്തോളജിസ്റ്റിൻ്റെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഞങ്ങൾ സ്ലൈഡ്സ് തരാം, പിക്ചേഴ്സ് തരാം, എല്ലാം തരാം, ഞങ്ങളുടെ പേരിടല്, പേര് മാത്രം പാടില്ല. ആ ഗതിയാണ് നമുക്കിപ്പോൾ ഇവിടെ. പെത്തോളജിസ്റ്റിൻ്റെ പേര് പോലും ഇടാൻ പറ്റാതെയാണ് നമ്മൾ സയൻറ്റിഫിക് പബ്ലിക്കേഷൻ ചെയ്യുന്നത്. ഒരു സയൻസ് പബ്ലിക്കേഷനിൽ ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഇടണമെന്ന് നിയമമാണ്, അതൊരു എത്തിക്സാണ്. പക്ഷേ ഇവർ വില്ലിങ് അല്ല, ബിക്കോസ് ഓഫ് ഓൾ ദിസ് നോൺസെൻസ്. ഇതാണ് ഞങ്ങളുടെ ഗുഹ. ഇത് ഞങ്ങൾ മേടിച്ച് വിൽക്കാൻ വേണ്ടി വെച്ച ആയുർവേദ മരുന്നൊന്നും അല്ല കേട്ടോ, ഇത് പേഷ്യൻസ് ഞങ്ങൾക്ക് കൊണ്ട് തരുന്നതാണ്. അതായത് റിട്രീവ്ഡ് ഫ്രം ദ പേഷ്യൻസ് ആണ്. ഇപ്പം ചില ആയുർവേദ പ്രാക്ടീഷണേഴ്സിൻ്റെ ഇങ്ങനത്തെ പഠനങ്ങൾ പുറത്തു വന്നപ്പോഴത്തേക്ക് അവരുടെ ഒരു വലിയ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ പോയി മേടിച്ച് ടെസ്റ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, ഞാൻ പോയിട്ട് ആയുർവേദ ഷോപ്പിൽ പോയിട്ട് ഒരു മരുന്ന് മേടിച്ച് അതിനകത്ത് ഞാൻ ഡൈക്ലോഫെനാക്കി ഇട്ട് ഞാൻ ബിറ്റമെത്തസോണൊക്കെ ഇട്ടിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയുകയാണ്. ഒരു ജോലി ഇല്ലാത്ത ആറിനെ. അപ്പം ഇത് ബേസിക്കലി ഞങ്ങൾ ആരും മേടിച്ചതല്ല, പേഷ്യൻസ് കൊണ്ട് തരുന്നതാണ്. ഷെൽഫ് കണക്കിനാണ് ഈ സാധനം ഞങ്ങളുടെ അവിടെ ഇരിക്കുന്നത്. ഇതിപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ പ്രിസർവ് ചെയ്തു, ബിക്കോസ് എപ്പോഴേലും വലിയ വലിയ ഇൻവെസ്റ്റിഗേഷൻസ് വന്നാൽ കാണിക്കാൻ. കുറേ ലേഹ്യമൊക്കെ പൂപ്പൽ ഒടിച്ചു പോയി, ഇതിനകത്ത് ഇമാര് ഷെൽഫ് ലൈഫ് പോലും എഴുതിയിട്ടില്ല, ചില സാധനത്തിനകത്ത് ഇൻഗ്രീഡിയൻസ് പോലും ഇല്ല, ഷെൽഫ് ലൈഫ് ഒന്നുമില്ല. അപ്പോൾ ഇത് വെച്ചതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ശരിക്കും ആൾക്കാർ വന്നു. ആയുർവേദ ഡ്രഗ്സ് കൺട്രോളർ ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞ വർഷം. ആ സമയത്ത് ആരിഫൊക്കെ ഉണ്ടായിരുന്നു. ആരിഫ് എപ്പോഴും ഉണ്ട്, ഇപ്പോൾ യാത്രയിലാണ്. അപ്പോൾ ആയുർവേദ ഡ്രഗ്സ് കൺട്രോൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ ചെയ്ത സാധനത്തിൻ്റെയൊക്കെ ഡാറ്റ കാണിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ കുന്നുകണക്കിന് ഫയലാണ് അനാലിസിസിൻ്റെ. അത് കണ്ട് പുള്ളി ഞെടിയിപ്പോയി. എന്നുവെച്ചാൽ ഇത് ശരിക്കും ചെയ്തതാണെന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ പ്രശ്നവും. എന്നുവെച്ചാൽ അത് റിയലിസ്റ്റിക് വർക്കാണ്. ഒന്നും മിണ്ടാതെ ആളങ്ങ് വിട്ടു, പിന്നെ ആളെ കണ്ടിട്ടില്ല ഞങ്ങൾ. അപ്പം ഇതാണ് നമ്മുടെ അവിടെ നടക്കുന്ന ഒരു മേജർ വർക്ക്. ഇനി ഇത് കണ്ടോ, ഇവിടെ പാരസ്റ്റമോൾ കഴിക്കാൻ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് അല്ലേ. പാരസ്റ്റമോൾ പനിക്ക് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 10 പേരോട് ചോദിക്കാം കഴിച്ചോട്ടെ. പക്ഷേ ഈ ഒരു സാധനം കണ്ട, ഒരു പേരുമില്ല, ഒന്നുമില്ല. ഇത് തുറന്നു നോക്കി അതിനകത്ത് ഈ ഗൺ പൗഡറുമായൊരു ഒരു സാധനം. അത് കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ആക്ച്വലി ബാംഗ്ലൂർ എന്നുള്ളൊരു കേസാണ്. അവിടെ ഒരു ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബേബി പ്രസൻറ്റിങ് വിത്ത് സിവിയർ കോൺസ്റ്റിപ്പേഷൻ, ഓൾട്ടേർഡ് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വിട്ടു. അപ്പം ഞാൻ സംഭവം എന്താണെന്ന് ചോദിച്ചു. അപ്പം പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യാത്ത കാരണം ബേബിക്ക് വിശപ്പ് കൂട്ടാൻ വേണ്ടി എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്കിനകത്ത് ഈ സാധനം കലക്കി കൊടുക്കാൻ പറഞ്ഞ് അവിടുത്തെ ഒരു പരമ്പരാഗത വൈദ്യൻ. അപ്പോൾ അത് കൊടുത്തു. ഇതാണ് അതിനകത്ത് കാണുന്ന സാധനം. നിങ്ങൾ ആർസനിക്കിൻ്റെയും മെർക്കുറിയുടെ ഒക്കെ ലെവൽ നോക്കി, അതിനകത്ത് more than 10,000 ആണ്. ചൈൽഡ് വെൻറ്റ് ഇൻ ടു സിവിയർ ഹെവി മെറ്റൽ ടോക്സിറ്റി. എന്നിട്ട് കീലേഷൻ തെറപ്പി ചെയ്താണ് രക്ഷപ്പെടുത്തിയത്. അപ്പം ഇങ്ങനത്തെ സാധനം കഴിക്കാൻ ആൾക്കാർക്ക് എങ്ങനെ മൈൻഡ് വരുന്നു? പക്ഷേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് ഡോസും ഡ്യൂറേഷനും സേഫ്റ്റിയൊക്കെ അറിയാവുന്ന ഒരു സാധനം കഴിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. ഇത് നമ്മൾ സാധാരണ പറയുമല്ലോ, ഇത് ഡയറ്റ് കോക്കിനകത്തുള്ള നമ്മുടെ നോൺ
കാലറി സ്വീറ്റ്നർ ഉണ്ടല്ലോ, അസ്പർട്ടൈം, സൂക്കർലോസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കഴിച്ച ക്യാൻസർ വരും എന്ന് പറഞ്ഞ് നടക്കുന്ന പലരും ഉണ്ട് അല്ലേ. അത് പോസിബിൾ ക്ലാസ് 2B കാർസിനോജൻ എന്തുമാണ് ആസ് പെർ IARC. പക്ഷേ ക്ലാസ് 1 റിയലിസ്റ്റിക് കാർസിനോജൻ ആൽക്കഹോൾ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ഡയറ്റ് കോക്ക് കുടിക്കാൻ പേടിയാണ്. ആൽക്കഹോൾ കുടിക്കുന്നതിന് ആർക്കും കുഴപ്പമില്ല, അത് ഒറിജിനൽ കാർസിനോജൻ. അങ്ങനത്തെ എന്തോ ഒരു തരം ബ്രെയിൻ വാഷ്ഡ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ. അതുപോലെ തന്നെ ഇങ്ങനത്തെ മെഡിസിൻസ് ആണ് കൂടുതലും നമ്മൾ വിപണിയിൽ കാണുന്നത്. ഇത് കണ്ടില്ല, ഇതിപ്പം വൈദ്യനാഥ് ഓൾറെഡി എൻ്റെ പൊക്കത്ത് കേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കേസ് കൂടെ വന്നാൽ കുഴപ്പമൊന്നുമില്ല, അതാ കാണിക്കുന്നത്. ഇവർ ആർത്രൈറ്റിസിന് വേണ്ടി ഒരു പേഷ്യൻ്റ് കഴിച്ച മരുന്നാണിത്. ആർത്രൈറ്റിസ് മാറി കേട്ടോ, പക്ഷെ അതിനകത്ത് സ്റ്റെറോയിഡും ഡൈക്ലോഫെനാക്കും ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാറി, അല്ലാതെ ഈ സാധനം കഴിച്ചിട്ടല്ല. അപ്പോൾ ഇങ്ങനെ അഡൾട്രേറ്റഡ് പ്രൊഡക്ട്സ്, സംതിങ് ദാറ്റ് നീഡ്സ് ടു വർക്ക്, ദേ വിൽ മേക്ക് ഇറ്റ് വർക്ക്, അതാണ് അവരുടെ ഐഡിയ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇങ്ങനെ പല പല മരുന്നുകളാണ് ഇവിടെ ആയുർവേദം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ എഴുതി കൊടുക്കുന്നത്. വൈ ഡോണ്ട് പേഷ്യൻസ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് എൻ്റെ ഒരു എപ്പോഴുള്ളൊരു ഡൗട്ട്. അത് എപ്പോഴാണ് ആ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുന്നത്? ഈ മരുന്നിനകത്തൊക്കെ എന്താ ആ താഴെ ഇരിക്കുന്ന സാധനം കണ്ട, നമ്മൾ ഈ ക്രിസ്മസിനും വിഷുവിനൊക്കെ ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ പാമ്പ് വരുന്ന സാധനമില്ലേ, ഞാൻ ശരിക്കും ഓർത്ത് അതാണ്. ഞങ്ങൾ കത്തിച്ചു വരെ നോക്കി, പക്ഷെ അതല്ല, അത് ശരിക്കും എന്തോ മരുന്നാണ് ഇവർ കൊടുത്തത്. ഭയങ്കര ഡേഞ്ചറസ് സാധനമായിരുന്നു. ഇതുപോലെ ഇരുന്ന് ഈ കരളുകൾ, ഇതൊക്കെ കഴിച്ചു വരുന്ന ആൾക്കാരുടെ കരളുകൾ ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ആ പാനൽ D നോക്കി, അതൊരു ഹെൽത്തി ലിവറാണ്, ഒരു ഡോണർ ലിവറാണ്. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം ഒരു റൈറ്റ് ലോബ് റിസെക്ഷൻ ചെയ്തിട്ട് പേഷ്യൻ്റ് റെസിപ്പിയൻറ്റ് കൊടുക്കും. അതാണ് ഒറിജിനൽ ഗുഡ് ലിവർ കേട്ടോ. ആ C നോക്കിയേ, അതാണ് മദ്യം കഴിച്ച ലിവർ. ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം, മദ്യം കഴിച്ച ലിവർ ഇതുപോലെ ഇരിക്കും, നിറച്ചും ക്യാൻസർ ആയിരുന്നു. അതാണ് ഒരു ആൽക്കഹോൾ സിറോസിസ് ലിവർ. ഇനി ആ മുകളിലത്തെ രണ്ടും നോക്കിയേ, അതാണ് ഹെർബൽ ലിവർ. ആയുഷ് മരുന്നുകളൊക്കെ കഴിച്ചിട്ട് വന്ന് നശിഞ്ഞ ലിവർ അതുപോലെ ഇരിക്കും. അതായത് നെക്രോട്ടിക് ലിവേഴ്സാണ് നമ്മൾ കാണുന്നത്. നെക്രോട്ടിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലിവർ കോശങ്ങൾ കാണാറില്ല. മറ്റൊന്നത് അറ്റ്ലീസ്റ്റ് ലിവർ കോശങ്ങളെല്ലാം കാണാം. പക്ഷേ ഈ ഹെർബൽ ലിവർ ഇഞ്ചറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇറ്റ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ലിവർ ഇഞ്ചറി. മോഡേൺ മെഡിസിനിലുണ്ട് ലിവർ ഇഞ്ചറി, ഓൾട്ടർനേറ്റീവ് മെഡിസിനുണ്ട്. പക്ഷേ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ലിവർ ഇഞ്ചറി ഈസ് മച്ച് മോർ സിവിയർ. ഇതിന് ഡേറ്റയുണ്ട്. ഞങ്ങൾ ഇതിനെപ്പറ്റി ഒരു വലിയൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ക്ലിനിക്കൽ ഗാസ്ട്രോളജി ഹെപ്പറ്റോളജിയിൽ, അഡ്രസ്സിങ് ദ എലിഫന്റ് ഇൻ ദ റൂം. ഹെർബൽ ലിവർ ഇഞ്ചറി ഈസ് മച്ച് മോർ ഡേഞ്ചറസ് ദാൻ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ഇഞ്ചറി. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആ ലെവൽ ഓഫ് ഇഞ്ചറി ഭയങ്കര സിവിയർ ആണ്. അത് ഒരു തവണ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചു നിർത്താൻ ഭയങ്കര പാടാണ്. അതായത് പേഷ്യൻസ് ഡൈ, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ട്രാൻസ്പ്ലാന്റ്. എക്സ്പെൻസീവ് ഉദ്ദേശിക്കുന്നത് പാഴ്ചെലവല്ല, റിക്വയർഡ് ആണ് ലൈഫ് സേവ് ചെയ്യാൻ. അതാണ് നമ്മുടെ ഇന്നത്തെ. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളെല്ലാം ഒരു തരത്തിലുള്ള ഇൻഡോക്ട്രിനേറ്റഡ് ആണ്. നമ്മളിലുള്ള അന്ധവിശ്വാസങ്ങളാണ് ഇങ്ങനത്തെ ഉള്ള സിസ്റ്റംസിൽ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റമാണ് ആയുഷ് അല്ലേ. ഇതിപ്പോൾ എല്ലാം കൂടെ ഒരു അംബ്രലയുടെ അടിയിലായതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എളുപ്പമാണ്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആയുർവേദമാണ്. ഓൾറെഡി ആയുർവേദം ഒരു സൂഡോ സയൻസ് ആണെന്ന് വിക്കിപീഡിയ എഴുതിയിട്ടുണ്ട്. ഈ സാധനത്തിനെ ലോക്ക് ചെയ്യേണ്ടി വന്നു. ലോക്ക് ചെയ്തില്ലെങ്കിൽ അവന്മാരെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ചെയ്തതാണ് ഒരു ആയുഷ് മിനിസ്ട്രി പ്രൊമോട്ട്സ് സെമി സയൻറ്റിഫിക് ഇൻഫർമേഷൻ എന്നാണ് വിക്കിപീഡിയ എഴുതുന്നത്. അപ്പോൾ അത് നമ്മൾ ആൾക്കാരോട് പറഞ്ഞ് മാറ്റി സൂഡോ സയൻറ്റിഫിക് ഒക്കെ ആക്കിയപ്പോഴത്തേക്ക് വേറെ ആൾക്കാർ എൻ്റെ സൈഡിൽ ഇരുന്ന് ഭയങ്കര എഡിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി വിക്കിപീഡിയ ആയുർവേദയുടെ പേജ് ലോക്ക് ചെയ്തേക്കാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ സൂഡോ സയൻസ്. ഇത് ലോക്ക് എടുത്ത് മാറ്റണം, ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ് പോയി പണം നോക്കാൻ പറഞ്ഞു. വിക്കിപീഡിയ എന്താണോ പറഞ്ഞേക്കുന്നത് അത് സത്യം. ഇപ്പോൾ സുപ്രീം കോടതിക്ക് തന്നെ ഏകദേശം ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ പുറത്തും അറിയില്ല. ആയുർവേദ ഇസ് എ സൂഡോ സയൻസ്. അപ്പോൾ എന്താണ് ഈ സംഭവം? ഇപ്പം മോഡേൺ മെഡിസിൻ, നമ്മളീ പറയുന്ന അലോപ്പതി അല്ല കേട്ടോ, മോഡേൺ മെഡിസിൻ, സയൻസ് ബേസ്ഡ് മെഡിസിനൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു വളർച്ച ഉണ്ട്. അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ആൽക്കമിന്ന് കെമിസ്ട്രി വന്നു. അതൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രസ് കാരണം വന്നതാണ് നമുക്കിപ്പോഴുള്ള എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. ബിക്കോസ് നമ്മൾ ഒരു തിയറി ഉണ്ട്, അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, ആ ടെസ്റ്റ് ചെയ്തതിനകത്ത് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നു, വാലിഡേറ്റ് ചെയ്തതിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതായത് ഇതൊരു പ്രോസസ്സാണ്, ഒരു മെത്തേഡാണ്. പിന്നെ പുതിയൊരു തിയറി വരുമ്പം നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നു. അപ്പം സെൽഫ് കറക്ഷൻ ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആണ് സയൻറ്റിഫിക് മെത്തേഡ്. അങ്ങനെയാണ് മോഡേൺ മെഡിസിൻ ഉണ്ടായത്. ആയുർവേദം എങ്ങനെ ഉണ്ടായി? ആ കാണുന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ പിക്ചറൊന്നുമല്ല, കേരള ടൂറിസം ഗവൺമെൻറ് ഇതിൽ നിന്നുള്ളതാണ്, വെബ്സൈറ്റിൽ നിന്നുള്ള പിക്ചറാണ്. ഹൗ ഡിഡ് ആയുർവേദ ബിഗൻ, ദ മിത്തിക്കൽ ലീനിയേജ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അവിടെ തന്നെ പൊളിഞ്ഞില്ലേ? There is no evidence. Completely rooted in deep faith and belief in religion ആണ്. അത്
ആണ് ഇവിടെ പിള്ളേരെ 5 വർഷം പഠിപ്പിക്കുന്നതും ഇന്റേൺഷിപ്പ് ചെയ്യിച്ച് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ അയച്ചു വിടുന്നതും. ഭയങ്കര കഷ്ടമാണ്. ആയുർവേദത്തിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നില്ല, എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. വതം, പിത്തം, കഫം എന്നൊക്കെ പറഞ്ഞ് പഞ്ചഭൂതമൊക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ ആണ്. മ്യൂസിയത്തിൽ കൊണ്ട് വെക്കേണ്ടതിന് പകരം ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ വെച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ പിള്ളേരുടെ സ്കൂളിൽ CBSE സിലബസിൽ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആയുർവേദത്തെ പറ്റി സ്പെഷ്യൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഭയങ്കര കഷ്ടമാണ്. ഭയങ്കര സൂഡോ സയൻസ് ഇൻഫിൽട്രേഷൻ ആണ് അറ്റ് എവറി ലെവൽ ഈ കൺട്രിയിൽ. ഇവരുടെ ഒരു നിഗമനം അനുസരിച്ച് ഡയഗ്നോസിസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. അതായത് പേഷ്യൻറ്റിൽ എയർ അല്ലെ ഈതർ പ്രോബ്ലംസ് വരുമ്പം, ഡ്രൈനെസ് വരുമ്പോൾ അത് മൾട്ടിപ്പിൾ സ്ക്ലീറോസ് ഒക്കെയാണെന്ന് പറയുന്നു. ഒരു ഐഡിയ ഇല്ല. കംപ്ലീറ്റ് ഡെലൂഷൻസ് ആണ്. ഇതൊക്കെ എഴുതിയ ആൾക്കാർ എന്തൊക്കെ വലിച്ചിട്ട് എഴുതിയത്. ഈ ഇത്താലികളൊക്കെ അന്നത്തെ ഇഷ്ടംപോലെ ഹെർബ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ എഴുതിയൊരു ബുക്കാണ് ഈ സാധനമൊക്കെ. അതിനകത്തു നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതാണ് ഇപ്പോഴും ആൾക്കാർ വിശ്വസിച്ച് പഠിപ്പിക്കുന്നത്. ചെറിയ പഠനമാണോ? ഇതൊന്നും നോക്കിയേ. 4.5 കൊല്ലം പഠിപ്പിച്ചിട്ട് 1 വർഷം ഇന്റേൺഷിപ്പ്, അത് കഴിഞ്ഞിട്ട് MD എടുക്കാം 3 കൊല്ലം, അത് കഴിഞ്ഞിട്ട് PhD എടുക്കാം, അത് 8 കൊല്ലം വരെയൊക്കെ പോയിരിക്കും. ആയുർവേദത്തിൽ ഇത്രമാത്രം ഇവിടെ ചെയ്യാം. പക്ഷെ ബുക്ക് ഒന്നേ ഉള്ളൂ, ആ 3 സംഹിത മാത്രമേ ഉള്ളൂ. അതിനകത്തുനിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് പിന്നെ അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കായ ചികിത്സ, ഇന്റേണൽ മെഡിസിൻ എന്ന് പറയും. പീഡിയാട്രിക്സ് ഉണ്ട്, കൗമാര്യ എന്നൊക്കെ പറഞ്ഞ് വൃത്യ, അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ഓൾ ദ സെയിം നോൺസെൻസ് ബുക്ക് റിട്ടൺ ഏജസ് ഒക്കെ, അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് ഇല്ല. ഇനി നമുക്ക് ഇത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് നോക്കണ്ടേ. ആയുർവേദം നമ്മളെല്ലാവരും ഒരു കാലത്ത് അല്ലെ പലരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഒരു സയൻസാണ് എന്നൊക്കെ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ആയുർവേദം എന്ന് പറയുന്നത് സയൻസ് ഓഫ് ലൈഫേ അല്ല. ആയുർ ലൈഫാണ്, വേദ എന്ന് പറയുന്ന നോളജാണ്. ഇറ്റ്സ് എ നോളജ് ഓഫ് ലൈഫ്, അല്ലാതെ സയൻസ് അതിനകത്തില്ല. സയൻസ് ഒന്നും ഡെവലപ്പ് ആയിട്ട് പോലും ഇല്ല. സയൻസ് ആണെന്ന് പറഞ്ഞ് ഈ കോഴ്സുകൾ, BAMS ആയുർവേദ കോഴ്സുകൾ എന്താണ് പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ശരിക്കുള്ള ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് എടുത്ത ഇമേജസ് ആണിത്. എൻ്റെ വീട്ടിലിരിപ്പുണ്ട് ഈ ടെക്സ്റ്റ് ബുക്സ് എല്ലാം. പ്രോപ്പർ സിലബസ് ടെക്സ്റ്റ് ബുക്സ് ആണ് ഇതെല്ലാം. ഇതുണ്ടല്ലോ അർബുദം, ക്യാൻസർ. അന്ന് ആയുർവേദത്തിൽ എങ്ങനെ അർബുദത്തെ ചികിത്സിക്കുക എന്നുള്ളതിൻ്റെ ഡിസ്കഷനാണ് കാണുന്നത്. ഇത് പെട്ടെന്ന് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഇവർ പറയുന്നത് ആദ്യം പേഷ്യൻറ്റിനെ ഛർദ്ദിപ്പിക്കാനാണ്, പിന്നെ കുറേ ചോര എടുത്ത് കളയാൻ പറയും, ബ്ലഡ് ലെറ്റിംഗ്, വാമന തെറപ്പി, പഞ്ചകർമ്മയുടെ ഭാഗമാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് ഏറ്റവും രസമാണ് ഈ അർബുദം. അന്നത്തെ ഈ ക്യാൻസർ എന്ന് പറയുന്ന ട്യൂമറാണ്, അതായത് സ്വെല്ലിങ്സ്. അവർക്ക് ശരിക്കുള്ള ക്യാൻസേഴ്സിനെ പറ്റിയൊന്നും ധാരണയില്ലല്ലോ ആ സമയത്തെ. ബ്ലഡ് ക്യാൻസറും നമ്മൾ ഈ പറയുന്ന ബ്രെയിൻ ക്യാൻസേഴ്സും അല്ല ബാക്കി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സിനെ പറ്റി നോളജ് ഇല്ല. അപ്പോൾ അവർ ഈ പുറത്ത് കാണുന്ന സ്വെല്ലിങ്സ് ആണ് യൂഷ്വലി ക്യാൻസർ എന്ന് പറയുന്നത്, അർബുദം. അതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ സ്വെല്ലിങ്, ഈ ട്യൂമറിൻ്റെ പൊക്കത്ത് ഒരു പേസ്റ്റ് പരട്ടണം. ആ പേസ്റ്റ് പരട്ടുമ്പം കുറേ ഈച്ചകൾ വരും. ഈച്ചകൾ വന്നിട്ട് ആ സ്വെല്ലിങ്ങിൻ്റെ പൊക്കത്ത് മുട്ടയിടും. കുറേ കഴിയുമ്പോൾ മുട്ട വിരിയും. അതിനകത്തു നിന്ന് മാഗറ്റ്സ് വരും, പുഴു വന്നിട്ട് ഈ ട്യൂമറിനെ തിന്നും. എന്നിട്ട് ട്യൂമർ ഫുൾ മാറിയില്ലെങ്കിൽ ബാക്കിയുള്ളത് കരിച്ച് കളയാനാണ് പറയുന്നത്, കത്തിച്ച്. അതാണ് എഴുതി വെച്ചേക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ ഇൻ ആയുർവേദ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ആൾക്കാർ പറയുന്നില്ല ആയുർവേദത്തിൽ ക്യാൻസർ ചികിത്സയുണ്ട്, ഇതാണ് അവർ ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ പിന്നെ അവരെന്താണ് ചെയ്യുന്നത്? ബിക്കോസ് ഇതാണ് ആയുർവേദം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ആയുർവേദം അല്ലെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് ക്വാക്കറല്ലേ ഇവിടെ നടക്കുന്നത്. ആയുർവേദത്തെ ശരിക്കും പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്, ഇതുപോലെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യുന്നില്ല. ഇനി അടുത്തത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയബറ്റീസ്. ഇത് ഭയങ്കര രസമാണ്. ആദ്യം എവിടെ നിന്നൊരു ആനയെ കണ്ടുപിടിക്കണം, വലിയ കാട്ടാന. ആ ആനയ്ക്ക് കുറേ സാധനം കൊടുക്കണം, ബാർലി കുറേ ഹെർബ്സൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ആന പിണ്ടവിടാൻ. ഇതിനകത്ത് എഴുതിയേക്കുന്നതാണ്. അപ്പം ആനയുടെ റക്റ്റത്തിൽ നിന്ന് വാട്ട് എവർ കംസ് ഔട്ട് ഓഫ് ദ റക്റ്റം ഓഫ് ദ എലിഫൻറ്റ്, വിച്ച് ഈസ് ബേസിക്കലി പിണ്ടം, അത് വേറെ കുറച്ച് സാധനത്തിനകത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് പേഷ്യൻറ്റിന് കൊടുക്കുക. ആ മിക്സ് ചെയ്യുന്നത് എന്താണ്? ഹണിയൊക്കെയാണ്, ഷുഗറൊക്കെയാണ്, ഷുഗർ പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയബറ്റീസ് ഇൻ ആയുർവേദ. എന്നിട്ട് ഇവിടെ പറയുന്നത് ഡയബറ്റീസ് ഞങ്ങളിൽ ചികിത്സയുണ്ട്, റൂട്ട് കോസ് ഞങ്ങൾക്കറിയാം എന്നൊക്കെയാണ് ഇവിടെ ഡയലോഗ്. ഇതാണ് ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ്. ഇത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഈ ആയുർവേദത്തിലെ വലിയൊരു ചാപ്റ്ററാണ് സെക്ഷൽ ഡിസോർഡേഴ്സ്. അപ്പോൾ അതിനകത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ഇതാണ്, ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ. അതായത് ലൈംഗിക ശേഷി കുറച്ച് ബുദ്ധിമുട്ടുള്ള പുരുഷന്മാർക്ക്, സ്ത്രീകളെ പറ്റി ഒന്നുമില്ല കേട്ടോ, സ്ത്രീകളെ പറ്റി നോ മെൻഷൻ, പുരുഷന്മാർക്കാണെല്ലാം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ. ഈ ആടിൻ്റെയും മാടിൻ്റെയും ഒക്കെ ടെസ്റ്റിക്കിൾസ്, ബോൾസൊക്കെ ബോയിൽ ചെയ്ത്
ഹെർബിനകത്തൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് വിൽ ബി ഏബിൾ ടു കോപ്പുലേറ്റ് വിത്ത് 100 വിമൻ ഓൾ ദ നൈറ്റ്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദിസ് ടെക്സ്റ്റ്. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അത് മാത്രമല്ല, അവർ ഒന്നിന് ജീവിച്ചിരിക്കുന്ന ഒരു സാധനത്തിനെ വെറുതെ വിടത്തില്ല. പല്ലിയ, എലിയ, പാറ്റ, മുതല, എല്ലാത്തിൻ്റെയും പുറകെ പോകുമാർ. എന്നിട്ട് പറയും ആയുർവേദം സാത്വിക്കാണ്, നോൺ വെജിറ്റേറിയൻ ആണെന്ന്. ഒന്നുമല്ല, ഭയങ്കര നോൺ വെജാണ്. ഈ ടെക്സ്റ്റുകൾ മുഴുവൻ അങ്ങനെയാണ്. ഇനി അടുത്തത്, ഇത് ഭയങ്കര കോമൺ ഇഷ്യൂ ആണല്ലോ നമ്മുടെ നാട്ടിൽ, ട്യൂബർക്കുലോസിസ് അല്ലേ, ക്ഷയരോഗം, കൺസംഷൻ എന്ന് പറയും. ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഇവിടെ TBയുടെ പൊക്കത്ത് വലിയ റിസർച്ചൊക്കെ നടക്കുന്നതാണ് ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിൽ. പക്ഷെ ആയുർവേദത്തിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഫസ്റ്റ് ലൈൻ, ട്യൂബർക്കുലോസിസ് ഇസ് കിങ് ഓഫ് ഡിസീസസ്, ഗെറ്റ്സ് ക്യൂർഡ് ബൈ മസാജ്, വെയറിംഗ് ന്യൂ ആൻഡ് പ്ലസൻറ്റ് ഗാർമെൻറ്റ്സ്, മെഡിക്കേറ്റഡ് എനിമ. ഒന്നാമത് ആൾക്ക് മേല, അതിൻ്റെ പൊക്കത്ത് എനിമ. അത് കഴിഞ്ഞിട്ട് മീറ്റൊക്കെ കൊടുത്തിട്ട് ഒബ്സർവിങ് ഫ്രണ്ട്ലി ആൻഡ് ബ്യൂട്ടിഫുൾ ലേഡീസ്. ആ പച്ചയിൽ ഞാൻ എഴുതി വെച്ചേക്കണം. ആർക്കെങ്കിലും TB ഉണ്ടോ, ATT ആൻറ്റി ട്യൂബുലർ തെറപ്പി ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ടേക്ക് ദം ടു ലുലുമോൾ ആൻഡ് ഒബ്സർവ് ഫ്രണ്ട്ലി ആൻഡ് ബ്യൂട്ടിഫുൾ ലേഡീസ്. ഓക്കെ, ഇതാണ് ആസ് പെർ ആയുർവേദ, നാച്ചുറൽ ആൻഡ് സേഫ് ആണ് ബൈ ദ വേ. ഇനി സ്ത്രീകളിൽ ബുദ്ധിമുട്ട് വന്നാൽ എന്ത് പറ്റും? ഇതൊരു വലിയ കോമൺ ഇഷ്യൂ ആണ്, ഒബ്സ്ട്രക്റ്റഡ് ലേബർ അല്ലേ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വയ്ക്കുമോ? പുരുഷന്മാർക്ക് എന്താണ്? ഫ്രണ്ട്ലി ആൻഡ് അല്ലേ, ഫ്രണ്ട്ലി ലേഡീസിനെ കാണുക, മസാജ് ചെയ്യുക, പെർഫ്യൂമൊക്കെ ഇടുകയാണ്. സ്ത്രീകൾക്ക് എന്താണെന്ന് നോക്കി, വജൈന ഷുഡ് ബി ഫ്യൂമിഗേറ്റഡ് ബൈ പീൽ ഓഫ് ബ്ലാക്ക് സ്നേക്ക്. പുകയ്ക്കാനാണ് പറയുന്നത്. എന്നിട്ട് ആം ഷുഡ് ബി ഷേക്കൺ, വേസ്റ്റ് ഹിറ്റ് ഹാർഡ്, ത്രോട്ട് ടിക്കിൾഡ് വിത്ത് എ പ്ലേറ്റ് ഓഫ് ഹെയർ. ടോർച്ചർ. സ്ത്രീകൾക്ക് ടോർച്ചറാണ് ട്രീറ്റ്മെൻറ്റ്, പുരുഷന്മാർക്ക് അങ്ങനെയും. സ്ത്രീ വിരുദ്ധത നമ്പർ 1 ആയുർവേദ താളിയോളകൾ. ഇത് വായിക്കണമെങ്കിൽ വായിക്കാം. ഭയങ്കര മിസോജിനിസ്റ്റാണ്. എൻ്റെ തല പൊട്ടിത്തെറിച്ച ദിവസങ്ങളാണിത്. ഈ സാധനം വായിച്ച് ഞാൻ അണ്ടർലൈൻ വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഞാൻ ശരിക്കും വായിച്ചതാണ്. ഹൊറബിൾ. ഇത് കുറേ പെൺകുട്ടികൾ പാസ്സായി വരുന്നില്ലേ, അവരിതൊക്കെ വായിക്കുന്നില്ലേ? ഞാൻ ചോദിക്കുന്നത്, അവരെന്തുകൊണ്ട് എന്നെപ്പറ്റി ആലോചിക്കുന്നില്ല? ഗോൾഡ് മെഡലിസ്റ്റ്. ഞാൻ ഈയിടെ ഡിബേറ്റ് ചെയ്ത് ഗോൾഡ് മെഡലിസ്റ്റൊക്കെ ഇത് പഠിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. ഇതുപോലെ അതിന് എനിക്ക് അറിയണം ഇവരെന്താ ചെയ്യുന്നത് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ. ഭയങ്കര ഹെവി ലെവൽ ഓഫ് ബ്രെയിൻ വാഷിംഗ് ആണ്. അത് റിലീജിയനാണ്, വേറെ ഒന്നുമല്ല. ഇനി ഇതൊക്കെ ഓക്കെ, അവർ പഠിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ആയുർവേദ ഫൈനൽ ഇയറിൻ്റെ മെഡിസിൻ പേപ്പറാണ്, അവരുടെ മെഡിസിൻ പേപ്പറാണിത്. അതിനകത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി, ഡിസ്ക്രൈബ് വുമൺ ആസ് എൻ ആഫ്രോഡിസിയാക്. മനസ്സിലായോ? സ്ത്രീയെ ഒരു വശീകരണ യന്ത്രം, ഒരു ഒബ്ജക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ട്വിറ്ററിലിട്ടാറിന് മാത്രം മാർക്ക് പണി കിട്ടി, അല്ലെങ്കിൽ നോബഡി നോസ്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് വുമൺ ആസ് എൻ ആഫ്രോഡിസിയാക്. അതിൻ്റെ ആൻസർ ഉണ്ട്, ഞാൻ പോയി കണ്ടുപിടിച്ച് ടെക്സ്റ്റിൽ. ആ സെക്ഷനാണത്. ഇത് ചരക സംഹിത എന്നാണ് ഇവർ എഴുതിയേക്കുന്നത്. ദ ഫോർമോസ്റ്റ് ആഫ്രോഡിസിയാക്, ഏറ്റവും നല്ല വശീകരണ യന്ത്രം ഈസ് വുമൺ എന്നാണ് അവർ എഴുതിയേക്കുന്നത്. എക്സലറേറ്റിംഗ് വിമൺ. എന്നിട്ട് വിമനെ പറ്റി കുറേ ഡിസ്കഷൻസ് ആണ്. ഇതൊന്നും ഇവിടെ എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല, ഇറ്റ്സ് ഡിസ്ഗസ്റ്റിംഗ്. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്ത് വായിക്കുന്നില്ല. പക്ഷേ ദിസ് ഈസ് വാട്ട് ദേ ആർ ടോട്ട് ഇൻ ആയുർവേദ. ഉണ്ടോ? അത് പിന്നെ ന്യൂസ് പേപ്പറിലൊക്കെ ആയി, ഭയങ്കര സീനായി. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ ആരും അവിടെ ഇടുന്നില്ല. ഇനി കഷ്ടപ്പെട്ട് 4.5 വർഷം പഠിച്ച് 1 കൊല്ലം ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് ഇവർ പുറത്തിറങ്ങുമല്ലോ, ബാംസ് ഗ്രാജുവേറ്റ്സ്, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആണ് കേട്ടോ, ഡോക്ടേഴ്സ് നമുക്ക് അവരെ വിളിക്കാം. അവർ എന്തൊക്കെയാണ് പേഷ്യൻസിന് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇതാണ് ഫസ്റ്റ്. ഇത് യപ്പൻ ബസ്തി എന്നൊരു സംഭവമാണ്. ഇതാ ആയിരിക്കും ഡോക്ടറാട്ടോ, കമ്പൗണ്ടർ അല്ല, അത് BAMS ഡോക്ടറാണ്. പുള്ളി ആ കാണുന്ന എന്തോ മിക്സ്ചർ, അതെന്താണെന്ന് അറിയത്തില്ല, അത് ഒരു എനിമയായിട്ട് ഒരു പൈപ്പ് ഇട്ട് നേരെ അടി കൂടെ കൊടുക്കുകയാണ്. ഇവരുടെ ആയുർവേദിക് ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇവർ പറയുന്നത് ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ശരീരം മുഴുവൻ ക്ലെൻസായി റൂട്ട് കോസ് ഒക്കെ മാറുമെന്നാണ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഈ എനിമ എന്നൊക്കെ പറയുന്നത് ചെറിയ സംഭവമൊന്നുമല്ല. ഇറ്റ് ക്യാൻ കോസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ലോക്കൽ അൾസറേഷൻസ് ആൻഡ് ട്രോമ മുതൽ സിസ്റ്റമിക് ആയിട്ട് ഭയങ്കര ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വന്ന് പേഷ്യൻസ് ICU വരെ പോയിട്ടുള്ള കാര്യങ്ങളാണ്. പൊട്ടാഷ്യം ഒക്കെ കുറഞ്ഞ്, സോഡിയം ഒക്കെ കുറഞ്ഞ്, ഭയങ്കര ഡേഞ്ചറസ് സാധനമാണ്. ആ മുറിയിൽ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും എക്യുപ്മെൻറ്റ് കാണുന്നുണ്ടോ ആ രോഗിക്ക് എന്തെങ്കിലും പറ്റിയ ചെയ്യാൻ? ഇവിടെ ഇഷ്ടംപോലെ വെൽനസ് ഇതുണ്ട്, തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്, ശാന്തിഗിരിയും മറ്റേതും കുറേ മഠങ്ങളൊക്കെ ഉണ്ട്.
അവിടെയൊക്കെ ഇതുപോലത്തെ പഞ്ചകർമ്മ ചെയ്യുന്നുണ്ട്. എന്ത് ധൈര്യത്തിലാണ് ചെയ്യുന്നത് എനിക്കറിയാം, എന്ത് ധൈര്യത്തിൽ ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് പോലും എനിക്കറിയത്തില്ല. ഭയങ്കര പൈസ കൊടുത്തിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ പോകുന്നത്, ഡീറ്റോക്സിഫിക്കേഷൻ പറഞ്ഞിട്ട്. ഇനി അടുത്തത് ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് പിമ്പിൾ. അട്ടയെ കൊണ്ട് കടിപ്പിക്കുക, പിമ്പിൾ പോയിക്കോളും. പിമ്പിൾ മാത്രമല്ല, വാരിക്കോസ് വെയിൻസും ക്യാൻസറും ഡയബറ്റീസും എല്ലാം പോകും. ഇവർ ഈ അട്ടയെ പിടിച്ച് മെത്തക്കിടത്തുന്ന പരിപാടി. ഈ അട്ടയെ പിടിച്ച് അവർ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലായിട്ട് ബാഡ് ബ്ലഡ് എടുക്കാന്ന് അവർ പറയുന്നത്. നമ്മുടെ പഴയ തിയറിയാണ് ബാഡ് ബ്ലഡ് ഗുഡ് ബ്ലഡ് എന്ന് സംഭവം. അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. നമ്മളിപ്പം ബോധമുള്ള ഒരു സ്പീഷീസ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഞാൻ തന്നെ ഒന്ന് എനിക്കൊന്ന് ഭ്രാന്ത് പിടിച്ചു പോകും. ഈ അട്ട എന്ന് പറയുന്നത് സാധാരണ പോൺസി എന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നതാണ്. ഈ അട്ട പിടിച്ചു കൊടുത്താൽ ഭയങ്കര പൈസ കിട്ടും കേട്ടോ. ഒരട്ടയ്ക്കൊക്കെ 2000 രൂപ വെച്ച് കിട്ടും നമുക്ക് ആരോഗ്യ സ്ഥലത്ത് കൊടുത്താൽ. അങ്ങനെ അട്ട പിടിച്ചു കൊടുക്കുന്നൊരു ബിസിനസ് ഉണ്ട്. യെസ്. അപ്പം ഈ അട്ടേനെ റീയൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരാൾക്കൊരു അട്ട കടിപ്പിച്ചാൽ അട്ട ഫുൾ ബ്ലഡ് കുടിച്ചിട്ട് അത് വീഴും അതിനെ ഡിസ്കാർഡ് ചെയ്യണം. ഇവരെന്ത് ചെയ്യും, ഈ അട്ടയുടെ പൊക്കത്ത് ഈ ടർമറിക് ഇടും. മഞ്ഞൾ ഇട്ടിട്ട് ഈ അട്ടയെക്കൊണ്ട് ഛർദ്ദിപ്പിക്കും ആ ബ്ലഡ്. എന്നിട്ട് പേഷ്യൻറ്റിനെ കാണിക്കും നിങ്ങളുടെ ബാഡ് ബ്ലഡ് പുറത്ത് വന്നെന്ന്. ദിസ് ഈസ് ജസ്റ്റ് വെനസ് ബ്ലഡ്. ഇത് ബാഡ് ബ്ലഡോ ഗുഡ് ബ്ലഡോ ഒന്നും അല്ല. അവർ പറയുന്നത് കറക്റ്റ് അട്ടയ്ക്ക് അറിയാം എപ്പം വിടണം എന്നാണ് പറയുന്നത്. അതായത് ബാഡ് ബ്ലഡ് മുഴുവൻ എടുത്തിട്ട് അട്ട വീഴുള്ളൂ. ഈ അട്ടയ്ക്ക് എങ്ങനെ അറിയാം, അതിനെ പിടിച്ചാൽ അത് ബ്ലഡ് കുടിക്കും, അത് ഫുള്ളാകുമ്പോൾ അത് വീഴും. പക്ഷെ ഇവരുടെ ആർഗ്യുമെൻറ്റ്സ് ഇങ്ങനെയാണ്. എന്നിട്ട് ഈ അട്ടയെ പിന്നെ അവർ റീയൂസ് ചെയ്യും. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. എയറോമോണാസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഈ അട്ടകളുടെ ഗട്ടിലുണ്ട്, അട്ടയുടെ സ്റ്റൊമക്കിലുണ്ട്. അത് ഒരു നാച്ചുറൽ ഇൻഹബിറ്റൻ്റ് ആണ്. ഭയങ്കര സിവിയർ സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഞാൻ പറയുകയാണ്, ജനറൽ സർജറി ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് ചോദിച്ചു നോക്കിയോ, അവർ ഇതുപോലെ അട്ടയെ കടിപ്പിച്ച് സിവിയർ നെക്രോട്ടൈസിങ് സെല്ലുലൈറ്റിസ് ആയിട്ട് കണ്ട് ഇഷ്ടം പോലെ പേഷ്യൻസ് ഉണ്ട്. അതിനെപ്പറ്റി ആരൊന്നും പറയുന്നില്ല. എയറോമോണാസ് ഭയങ്കര ഡേഞ്ചറസ് ഇൻഫെക്ഷനാണ്. ഈ അട്ടയെ പിടിച്ചിട്ട് ഇങ്ങനെ കടിപ്പിക്കുന്നതാണ് ഒരു സ്ഥലത്ത്. ഇനി അടുത്തത് ഇതാണ് ഒറിജിനൽ പഞ്ചകർമ്മ. ഇവിടെ ഗവൺമെൻറ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സാധനമാണ്. അവർ ചെയ്യുന്നത് നോക്കിയേ, ഒരു ഹെർബൽ ഡ്രിങ്ക് എടുത്തിട്ട് ഛർദ്ദിപ്പിക്കുകയാണ്. ഇൻക്ലൂഡിങ് ഇവർ പേഷ്യൻറ്റ് റിപ്പീറ്റഡ്ലി വൊമിറ്റ്സ് അണ്ടർ പ്രോപ്പർ ഡീറ്റോക്സിഫിക്കേഷൻ അപ്പിയർ. പ്രോപ്പർ ഡീറ്റോക്സിഫിക്കേഷൻ അപ്പിയർ എന്താ അറിയോ, ഒന്നേ പേഷ്യൻറ്റ് കുഴച്ച് താഴെ വീഴും, അല്ലേ ഛർദ്ദിച്ച് ബൈല് പുറത്ത് വരും. അപ്പോഴാണ് ശരിക്കും നമ്മൾ വൊമിറ്റിങ്ങിൻ്റെ ഒരു പരിധി എത്തുന്നത്. ഇങ്ങനെ ഛർദ്ദിപ്പിച്ചാൽ പല അസുഖം മാറുമെന്ന് പറയുന്നത്. ഇതൊക്കെ പഞ്ചകർമ്മ. നിങ്ങളിപ്പോൾ എവിടെ കണ്ടാലും ആലോചിക്കണം കേട്ടോ, പഞ്ചകർമ്മയുടെ ഭാഗമാണ് ഇതൊക്കെ. ഈ വാമന തെറപ്പിയൊക്കെ വേണ്ടാത്ത ബിറ്റർ ഹെർബൽ ഡ്രഗ്സ് കുടിപ്പിച്ചിട്ട് വൊമിറ്റ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ സ്റ്റുഡൻസ് ചെയ്യുന്നതാണ് ആസ് പെർ ട്രീറ്റ്മെൻറ്റ് കേട്ടോ. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസാണ് പ്രൊമോഷനായിട്ട് അവരുണ്ടാക്കിയേക്കുന്നത്. അടുത്തത് അഗ്നികർമ്മ. ചൂടാക്കുക. എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെയൊക്കെ ചൂടാക്കുക. അതായത് ഓസ്റ്റോ ആർത്രൈറ്റിസും റുമറ്റോഡ് ആർത്രൈറ്റിസും നമ്മൾ കുറച്ചു മുമ്പ് സംസാരിക്കുകയുണ്ടായി. റുമറ്റോഡ് ആർത്രൈറ്റിസിൻ്റെ ചികിത്സയ്ക്കായിട്ട് ആയുർവേദത്തിൽ പോയിട്ട് ലിവർ ഫെയിലർ ആയിട്ട് മരണപ്പെട്ട ഒരു ഗേളിനെ പറ്റി ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് അവർ ഓസ്റ്റോ ആർത്രൈറ്റിന് കൊടുക്കുന്നത്. നമ്മൾ ഈ എൽഡർലി പോപ്പുലേഷനിൽ തേയ്മാനം കാരണം വരുന്ന ആർത്രൈറ്റിസിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ചൂട് കൊടുത്താണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അഗ്നികർമ്മ എന്ന് പറയും. പല പേഷ്യൻസും ബേൺസ് ആയിട്ട് വരാറുണ്ട്, ബേൺ ഇൻഫെക്ഷൻസ് ആയിട്ടും വരാറുണ്ട്. ഇനിയാണ് വേറൊരു ട്രീറ്റ്മെൻറ്റ്. ഇത് കണ്ടോ, ഇതാണ് ബ്ലഡ് ലെറ്റിംഗ്. ഒരു ഇൻഫെക്ഷൻ പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെ വെറുതെ കിടത്തി അവിടുന്ന് ഇവിടുന്നൊക്കെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഊറ്റുകയാണ്. ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയുന്ന ഒരു തെറപ്പി. ബ്ലഡ് ലെറ്റിംഗ് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, എവിടെ അറിയോ? അല്ലോപ്പതി. ഛർദ്ദിപ്പിക്കൽ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, എവിടെ അറിയോ? അല്ലോപ്പതി. ഈ പറയുന്ന അട്ടയെ പിടിച്ച് കടിപ്പിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട്, എവിടെ? അല്ലോപ്പതി. ഇത് ശരിക്കും അല്ലോപ്പതി എന്താണ്? ആയുർവേദമാണ്. ആ പഴയ കാലത്തെ പഴഞ്ചൻ ബാർബറിക് ബ്രൂട്ടലിസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് അല്ലോപ്പതി എന്ന് പറയുന്നത്. അതിപ്പോഴും ഫോളോ ചെയ്യുന്നത് ആയുർവേദക്കാരാണ്. എന്നിട്ട് നമ്മളെയാണ് അല്ലോപ്പതി എന്ന് വിളിക്കുന്നത്. നമ്മൾ സയൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. വി ആർ നോട്ട് അല്ലോപാത്സ്. ഇനി ഇത് ഭയങ്കര കൂൾ ഒരു വീഡിയോ ആണ്, അതുകൊണ്ടായിട്ടോ കേട്ടോ. ട്രീറ്റ്മെൻറ്റ് ഫോർ ഹാർട്ട് ഡിസീസ് ഇൻ ആയുർവേദ. അതായത് ഇപ്പം അവർ പറയുന്ന എമർജൻസിക്ക് ഞങ്ങളെ വിളിക്കണ്ട, അങ്ങനെയാണല്ലോ ആർഗ്യുമെൻറ്റ്. എമർജൻസി മോഡേൺ മെഡിസിൻ, ബാക്കിയെല്ലാം ഞങ്ങൾ പ്രിവെൻഷൻ. അപ്പോൾ ഈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്സും വാൽവ് ഡിസീസൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? ഇത് ഈ സാധനം വെച്ചിട്ടാണ്. നെഞ്ചിൽ മൈദ കൊണ്ടൊരു ഡാം ഉണ്ടാക്കുക, എന്നിട്ട് ആ ഡാമിനകത്ത് ചൂട് എണ്ണ ഇടുക. അവിടെ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ മസ്റ്റാണ്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. യെസ്, ഇതാണ് ഹൃദയബസ്തി. ഇവർ പറയുന്നത് ഇതൊക്കെ ചെയ്താൽ ഹാർട്ട് മസിൽസ് സ്ട്രോങ് ആവും, സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും, റിസ്റ്റോഴ്സ് മെൻ്റൽ പീസ്. അതൊക്കെ ഇവിടെ നിന്ന് എനിക്കറിയത്തില്ല.
പക്ഷേ ഇതൊക്കെയാണ് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് ഫോർ പ്രിവെൻറ്റീവ് കാർഡിയോളജി. നമ്മൾ പ്രിവെൻറ്റീവ് കാർഡിയോളജി എന്താ ചെയ്യുന്നത്? ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ആൻഡ് സംടൈംസ് സ്റ്റാറ്റിൻസ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. അല്ലാതെ ഇതുപോലെ ഡാം ഉണ്ടാക്കി എണ്ണ ഒഴിച്ചതൊന്നും കിട്ടത്തില്ല. അടുത്തത് ഇത് നോക്കിയോ, ആ മുകളിൽ എഴുതിക്കുന്നുണ്ടോ, പോസ്റ്റ് കോവിഡ് ഏവിയൻ അവാസ്കുലർ നെക്രോസിസ് ഓഫ് ദ ഹിപ്പ് എന്ന് പറയുന്ന ഒരു അസുഖമാണത്. എനിക്കുള്ളതാട്ടോ, പക്ഷേ എനിക്ക് ഗ്രേഡ് 1 ഉള്ളൂ. ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് എനിക്ക് വന്നതാണ്. പക്ഷേ ഇറ്റ് ഈസ് ഫുള്ളി കൺട്രോൾഡ് ആൻഡ് മാനേജ് വിത്ത് ഫിസിയോതെറപ്പി. അവാസ്കുലർ നെക്രോസിസ് സ്റ്റേജ് 4 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യണം. അങ്ങനെ സിവിയർ അവാസ്കുലർ നെക്രോസിസ് ആയിട്ട് വന്ന ഒരു വ്യക്തിക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്ന ട്രീറ്റ്മെൻറ്റ്. ഇതും ഒരു തരം അഗ്നികർമ്മയാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഒന്ന് സൂക്ഷിച്ച് കേട്ടോ. धनवंतरी आदि देवम 4 दिन का रास्ता तय करके आए आप हमारे पास. മന്ത്രം ജപിക്കണം, അല്ല ഇത് വർക്ക് ചെയ്യും. चलो बोलो नमामि മന്ത്രം ജപിക്കും. ഇങ്ങനെയാണ് ആയുർവേദം ഇഫക്റ്റീവ് ആകുന്നത് കേട്ടോ, അല്ലാതെ എവിഡൻസ് ഒന്നും വേണ്ട. ഈ പരിപാടികളാണ് ഇഫക്റ്റീവ്നെസ്. ഓക്കെ, നമ്മളിൻ്റെ ആയുർവേദത്തെ കുറെ പറഞ്ഞല്ലോ. ഹോമിയോപ്പതി എങ്ങനെ ഇഫക്റ്റീവ് ആക്കാം? അങ്ങനത്തൊന്നും ഇല്ലല്ലോ. ഇതുപോലെയാണ് ഇഫക്റ്റീവ് ആകുന്നത്. 10 सेकंड्स देने के लिए आप बॉटल को अपने हाथ में ऐसे फर्मली पकड़ेंगे, पाम पे स्ट्रोक्स देंगे 10 बार. 1 2 3 ഇതാണ് സക്കഷൻ. 6 സക്കഷൻ എന്ന് പറയുന്ന സംഭവമാണ്. 8 9 ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി 10 बार दिया जाएगा. ഇവർ നേർപ്പിച്ച് ഇതിനകത്ത് ഒന്നുമില്ല. ऐसे नहीं करना है, ऐसे नहीं करना है. പക്ഷെ पाम से लेकर ഇത് കോമഡി വീഡിയോ അല്ല കേട്ടോ, ഒറിജിനലാണ്. ഇതൊരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ വീഡിയോ ആണ്. 5 ഓക്കെ, 6 7 അപ്പം ഇതിൽ ഹോമിയോപ്പതിക്കാരുടെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഈ നേർപ്പിച്ച് ഡൈല്യൂട്ടായി. ഇപ്പം ഇത് ആൽക്കഹോളാണ്. അതിൻ്റെ ബോട്ടിലിൻ്റെ കളർ ഉണ്ടാവും, ആംബർ കളർ ബോട്ടിലിനകത്ത് ആൽക്കഹോളാണ്. അതിനകത്ത് ഈ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പ്രോഡക്റ്റ് ഒന്നും ഇല്ല. പക്ഷേ സ്റ്റാർട്ടിംഗ് പ്രോഡക്റ്റിൻ്റെ ഇഫക്റ്റ് നമുക്ക് വരുത്തണം. അതിനെന്ത് ചെയ്യണം? കറക്റ്റ് ആ പറഞ്ഞ പോലെ കയ്യിൽ അവിടെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കൈ തന്നെ വെച്ച് 10 തവണ അടിക്കുമ്പോൾ അതിനകത്ത് വൈറ്റൽ ഫോഴ്സ് അങ്ങോട്ട് ഇറങ്ങി വരും. മെമ്മറി ഓഫ് ദ സ്റ്റാർട്ടിംഗ് പ്രോഡക്റ്റ് ഇറങ്ങി വന്നിട്ട് അതാണ് നമുക്ക് ഇഫക്റ്റീവ്നെസ് തരുന്നത്. ശരിക്കും ചോദിച്ചാൽ നമ്മൾ ഇവിടെ ആരെങ്കിലും പിള്ളേർ ഹോമിയോപ്പതി ഒക്കെ പഠിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. എസൻസിൽ അങ്ങനെ ആൾക്കാർ വരില്ല. എന്നെ തെറി വിളിക്കാനൊക്കെ ആൾക്കാർ കയറി വരും കേട്ടോ. കഴിഞ്ഞ തവണ ബാംഗ്ലൂർ ആയപ്പോഴത്തേക്ക് അതിൻ്റെ അത് 3-4 ആയുർവേദക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മളവരെ കണ്ടുപിടിച്ച്. അപ്പം ഇത് ബേസിക്കലി ഇത്രയും പൊട്ടത്തരങ്ങളും പൊള്ളത്തരങ്ങളും പറയുന്ന ഒരു സാധനം എങ്ങനെ നമ്മൾ മക്കളെ പഠിപ്പിക്കും ആസ് എ കരിയർ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് നോൺ സെൻസ്. ഇത് ഹാരി പോട്ടർ വരെയുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത്, അല്ലേ? ഇത് ഹോമിയോപ്പതിയിലും ഉണ്ട് ഒരുതരം റിലീജിയസ് കൾട്ട്. ഇത് പണ്ട് ആരിഫ് എൻ്റെ അടുത്ത് പറഞ്ഞാണ്. ഡോക്ടർ അന്നത്തെ ഫിസിഷ്യനാണ്, സാമുവൽ ഹനിമാൻ. മരിച്ച സ്ഥലം പുള്ളിയെ അടക്കിയത് ഫ്രാൻസിലാന്ന് തോന്നുന്നു, ജനിച്ചത് ജർമ്മനിയിലാണ്. 2 സ്ഥലത്തെയും ഹോമിയോപ്പതി ഫണ്ടിങ് എടുത്ത് കളഞ്ഞു കേട്ടോ, ബൈ ദ വേ. അപ്പം പുള്ളി മരിച്ച ആ സ്ഥലം അവിടെ. ഇവിടുന്ന് നമ്മൾ ഈ ജെറൂസലത്തിലൊക്കെ പോവില്ല, ഇങ്ങനെ ഡിവൈൻ റിട്രീറ്റ് മാതിരിയൊക്കെ, പിൽഗ്രിമേജ്, അതുപോലെ അങ്ങോട്ട് മെക്കലൊക്കെ പോകുന്ന മാതിരി ഇവിടുന്ന് ഹോമിയോപ്പതിക്കാർ ബസ് എടുത്ത് പ്ലെയിനൊക്കെ പിടിച്ച് ട്രെയിനൊക്കെ പിടിച്ച് അവിടെ ചെല്ലും, ഈ ഇദ്ദേഹത്തെ അടക്കിയേക്കുന്ന സ്ഥലത്ത്. എന്നിട്ട് അവിടെ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഹാരിമാൻ്റെ ഖബറടക്കത്തിന് മുമ്പ്. ഭയങ്കര സംഭവമാണ്. അതുപോലെ അപ്പം ഇതൊക്കെ ഒരു റിലീജിയസ് കൾട്ട് മാതിരിയാണ് പ്രവർത്തിക്കുന്നത്. ദേ ആർ ഓൾ ബ്രെയിൻ വാഷ്ഡ് ഇൻ ടു എ കൾട്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ ഓരോ ഹോമിയോപ്പതി കോളേജസിലും ഹനിമാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആണ്. കണ്ടില്ലേ, മുമ്പ് ഇരുന്ന് പൂജിക്കുക, നമിക്കുക, പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുകയാണ്. അതുകൂടാതെ അപ്പുറത്തെ ഉണ്ടോ, ഇന്ത്യൻ കൊടി പറത്തിയാണ് നാസി ജർമ്മൻ മെഡിസിൻ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഭയങ്കര വണ്ടർഫുൾ ആണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ പ്രൈസ്, ഹൂ ഇസ് പേയിങ് ദ പ്രൈസ് ഫോർ ദിസ്? പബ്ലിക്കാണ്, പേഷ്യൻസ് ആണ്. ഇത് റീസെൻ്റ്ലി ഉണ്ടായതാണ്. സെൻട്രൽ ഗവൺമെൻറ് 98 കോടി രൂപ IIT, ചെറിയ സ്ഥാപനം, ഇരിഞ്ഞാലക്കുട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിന് 98 crore rupees കൊടുത്തിട്ട് പറഞ്ഞു, റിസർച്ച് ഓൺ കൗ ഡങ് ആൻഡ് കൗ യൂറിൻ ആൻഡ് വാട്ട് എവർ കൗ പ്രൊഡ്യൂസേഴ്സ്. കൗ എന്തുണ്ടാക്കിയാലൊക്കെ റിസർച്ച് ചെയ്യണം, അതിനകത്ത് നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്തൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവന്മാരെന്ത് ചെയ്തു? അവന്മാർ പഠിച്ചു. അതുകൊണ്ട് കുറേ പേപ്പർ ഇറക്കി. ഒരു സൂത്ര പിക്ക് എന്ന് പറയുന്ന ഒരു ഫണ്ടിങ് ഇതാണ് ആയുഷ് മിനിസ്ട്രിയും ഗവൺമെൻറ്റോടെ ചെയ്യുന്നത്. കുറേ പേപ്പർ ഇറക്കി. ആ പേപ്പറൊക്കെ ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ അതിനകത്ത് ഒരു പേപ്പറിൽ അവർ കണ്ടുപിടിച്ചത് ചാണകം ഡ്രൈ ആക്കുമ്പം അതിൻ്റെ കാർബൺ ഫ്രാക്ഷൻ എടുത്തിട്ട് അതിൽ അവരൊരു ഒരു സിങ്ക്, ക്രോമിയം സിങ്കേറ്റോ ഒരു മെറ്റൽ ഫിക്സ് ചെയ്തിട്ട് സീവേജ് വാട്ടറിൽ അത് താത്തുമ്പം അതിനകത്തുള്ള ടോക്സിക് ക്രോമിയം ഒക്കെ വലിച്ചെടുക്കും. എന്നിട്ട് ആ സാധനം നമ്മൾ വേറൊരു ബാറ്ററിയിലായിട്ട് കണക്ട് ചെയ്യുമ്പം ഇത് ഭയങ്കരമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം വേസ്റ്റ് ടു എനർജി പ്രൊഡക്ഷൻ സംഭവം നമുക്ക് ചാണകത്തെയും ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഈ പേപ്പറൊക്കെ നോക്കി. ബേസിക്കലി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇവർ ഉണ്ടാക്കിയ സാധനവും ഇവർ പറഞ്ഞ സാധനവും ടേബിൾസ് ഫിഗറൊക്കെ ഡിഫറൻ്റ് ആണ്, കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ്. അത് കണ്ടപ്പോൾ ബാക്കിയുള്ള പേപ്പേഴ്സൂടെ ഞാൻ നോക്കി. അതിനകത്ത് കംപ്ലീറ്റ് സയൻറ്റിഫിക് ഫ്രോഡ് ആൻഡ് ഫാബ്രിക്കേഷൻസ് ആണ്. ബേസിക്കലി ഒരു സ്റ്റഡിയിൽ അവർ പറയുന്നത് ഗോമൂത്രം എടുത്തിട്ട് അവർ GCMS ഗ്യാസ് ക്രോമറ്റോഗ്രഫി മാസ് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ ചെയ്തപ്പം പല പല ബ്രീഡ്സ് ഓഫ് കൗവിന്ന് ചെയ്തപ്പം ഇന്ത്യൻ കൗള്ള മെയിൻ ദേശീയ കൗവിനകത്ത് കുറേ സ്പെഷ്യൽ കോമ്പൗണ്ട്സ് അവർ കണ്ടുപിടിച്ചു. ആ കോമ്പൗണ്ട്സ് നമുക്ക് ഇൻഡസ്ട്രിയിലും എഞ്ചിനീയറിങ്ങിലും ഒക്കെ യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ട്സ് ഒക്കെ നോക്കി. ബേസിക്കലി ലാബ് എക്യുപ്മെൻറ്റിൽ നിന്ന് വരുന്ന കോമ്പൗണ്ട്സ് ആണത്, അതായത് പശുവിൻ്റെ മൂത്രത്തിൽ നിന്നുള്ളതല്ല. ഇവർ ബ്ലാങ്ക്സും പ്ലസിബോസോ കൺട്രോൾസും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരോർത്ത് ഇതൊക്കെ പശുവിൻ്റെ യൂറിനുള്ളതാണ്, ബട്ട് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ലാബ് കണ്ടാമിനൻറ്റ്. ഈ പേപ്പറിനെ പറ്റിയൊക്കെ എല്ലാ ജേർണലിലും നമ്മൾ നല്ല ഡീറ്റെയിൽ ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈച്ച് ആൻഡ് എവറി ഈ പബ്ലിക് ഫണ്ടഡ് ഈ പറയുന്ന എല്ലാ പഠനങ്ങളും അണ്ടർ ഇൻവെസ്റ്റിഗേഷനാണ്. പോസിബിളി ഒരു ജേർണൽ റിട്രാക്ഷൻ വരെ സംഭവിക്കാം. ഒരു 8 months to 12 months എടുക്കും ഈ പ്രോസസ്സിന്. പക്ഷേ എല്ലാ പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള ഈ ഹൈ എൻഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ചെയ്ത പേപ്പേഴ്സ് എല്ലാം അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഫോർ സയൻറ്റിഫിക് ഫ്രോഡാണ് ഇപ്പം. അതാണ് അപ്പുറത്തെ ആ ന്യൂസ് വന്നേക്കുന്നത്. അത് കാരണം എനിക്ക് കുറേ തെറി കിട്ടി കേട്ടോ. ക്രിസ്ത്യൻ ആൻറ്റി നാഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കിട്ടി, കുഴപ്പമില്ല. ഇനി ഇതൊരു സംഭവമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഭയങ്കര കോമൺ ആയിട്ട് നെറ്റിൽ നമ്മൾ കാണുന്നതാണ്, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാം. ഈ സംഭവം എന്താ പറയുക, മെർക്കുറി. ഇത് മെഡിസിനായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യാണ്. ആൻഡ് ലുക്ക് ഹൗ ദേ ഹാൻഡ്ലിങ് ഇറ്റ്. മെർക്കുറി ഒരിക്കലും ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇവർ ഹാൻഡിൽ ചെയ്യാണ്. ഇവർ പറയുകയാണ്, അപ്പം അടിയിൽ ആൾക്കാർ എഴുതുന്നുണ്ട്, സുഹൃത്തെ മെർക്കുറി ഇങ്ങനെ ഹാൻഡിൽ ചെയ്യരുത്. അവർ പറയുന്നത് ഡോണ്ട് വറി, ആയുർവേദ ഡിറ്റോക്സിഫിക്കേഷൻ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഡിറ്റോക്സിഫിക്കേഷൻ എന്താണ്? ഈ സാധനം കുറേ ഹെർബിനകത്ത് മിക്സ് ചെയ്തിട്ട് ഗോമൂത്രത്തിൽ ചൂടാക്കുക. എന്നിട്ട് അവർ പറയുന്നത് മെർക്കുറി ഡീറ്റോക്സിഫൈഡ്. എന്നിട്ട് ഈ സാധനം അവർ മരുന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നു. ഈ ഹിങ്കുള ഭസ്മമൊക്കെ ഇല്ലേ, ഈ മുട്ടുവേനയ്ക്ക് കൊടുക്കുന്ന സാധനം, അതൊക്കെ ഇതാണ് മെർക്കുറി കോമ്പൗണ്ട്സ് ആണ്. ഇത് കഴിച്ച് മെർക്കുറി ടോക്സിറ്റി കഴിച്ച പേഷ്യൻസ് ഇഷ്ടമായി നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ ഡിറ്റോക്സിഫിക്കേഷൻ നടക്കുന്നത്? ഇവർ പറയുന്ന ഒരു ഡിറ്റോക്സിഫിക്കേഷൻ അവിടെ നടക്കുന്നില്ല. ഇതവർക്ക് മനസ്സിലാകുന്നില്ല. രസശാസ്ത്രം എന്ന് പറയുന്നത് MD ആണ്, ആയുർവേദ MD ചെയ്യുന്ന പരിപാടിയാണ് ഈ സംഭവം. മെർക്കുറി ഇതൊക്കെ എടുത്തിട്ട് എനിക്കറിയാം, ഇതാണ് ക്ലിയർ കട്ട് ആൽക്കമി പണ്ടത്തെ. അപ്പോൾ ഇതൊരു വെൽ നോൺ കോസ് ഫോർ ഹ്യൂമൻ ഹാം ആണ്. അതായത് ആർസനിക്, മെർക്കുറി, ലെഡ് ഇതൊക്കെ അടിച്ച് പ്രശ്നങ്ങൾ വന്ന പല പഠനങ്ങളും ഞാൻ ഇവിടുത്തെ അല്ല കാണിക്കുന്നത്, ഇത് പുറം രാജ്യങ്ങളിലാണ് കാണിക്കുന്നത്. എല്ലാം US ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന മരുന്നുകൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അല്ലാതെ അവിടെ ഒന്നും ഈ മരുന്ന് കിട്ടത്തില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അലവ് ചെയ്യത്തില്ല അവർ. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ കൊടുത്തു വിടുന്നത് എന്തിന്? അന്ധവിശ്വാസം. ഇത് കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി കൂടും, അത് ഈ പുറം രാജ്യങ്ങളിൽ പെട്ടെന്ന് ഡോക്ടറെ കാണാനൊക്കെ പാടാണ്, അപ്പോൾ ഈ സാധനം കയ്യിരിക്കട്ടെ, ഇത് കഴിച്ചോളം പറഞ്ഞ് പോയിസൺ ഡയറ്റൊക്കെ വരുന്ന ആൾക്കാരെ പറ്റിയുള്ള റിപ്പോർട്ട് സായിപ്പന്മാർ പബ്ലിഷ് ചെയ്യണം. അതിൻ്റെ വെൽ നോൺ ഹാമാണിത്. അപ്പം ഈ ആയുഷ് റിലേറ്റഡ്, അപ്പം ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദം മാത്രമല്ല, എവറിത്തിങ് ഇൻ ദാറ്റ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ലിവർ ഡിസീസിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് എഴുതിയേക്കുന്നത് ഞാനാണ്. ഏഷ്യ പസഫിക് അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഓഫ് ലിവർ ഡിസീസിൻ്റെ കൺസെൻസസ് ഗൈഡ് ലൈൻസ് വന്നേക്കുന്നതാണ്. ഹയസ്റ്റ് ലെവൽ ഓഫ് എവിഡൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു പേരുണ്ടാക്കി, ആയുഷ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചറി. ഇനി നമ്മൾ ഹെർബൽ ലിവർ ഇഞ്ചറി എന്നോ അല്ലാതെ ഈ ചിറ്റാമൃത ലിവർ ഇഞ്ചറി എന്നൊന്നും പറയുന്നില്ല. ഇറ്റ് ഈസ് ആയുഷ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചറി. ഇതൊരു ലെജിറ്റ് സയൻറ്റിഫിക് ടേമായി മാറിയേക്കാണ്. ഇതാണ് ഗ്ലോബലി ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ കാരണമാണ് എനിക്ക് കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈയിടെ ഞങ്ങൾ ഇറക്കിയ ഒരു പഠനമാണ്, ഒരു 386 ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രോഡക്ട്സ്. ഇതിനകത്ത് സിദ്ധ, ഇപ്പോൾ ഗവൺമെൻറ് പുതിയ സാധനം തുടങ്ങിയിട്ടുണ്ട്, സൗവർ റിക്പ, കേട്ടിട്ടുണ്ടോ? ആയുഷിനകത്ത് ഇപ്പോൾ എസിനകത്ത് സിദ്ധ മാത്രമല്ല സൗവർ റിക്പയുണ്ട്. സൗവർ റിക്പ എന്ന് പറഞ്ഞാൽ ടിബറ്റൻ മെഡിസിൻ ഇപ്പോൾ നമ്മുടെ ആയുഷിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവരുടെ പാക്കേജിങ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ചോക്ലേറ്റ്സ് വരെയും, പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ്, മുഴുവൻ മെറ്റൽസാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ മരുന്നുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കി അതിലുള്ള ഒരു പഠനം ഫ്രോണ്ടിയേഴ്സ് ഇൻ ഗ്യാസ്ട്രോളജി വന്ന പേപ്പറാണിത്. ഇതിനകത്ത് നമ്മൾ കണ്ടത് ഈ അൺനോൺ ആയിട്ടുള്ളതും നോൺ ആയിട്ടുള്ള പല ഓൾട്ടർനേറ്റീവ് മെഡിസിൻ കഴിക്കുന്ന പേഷ്യൻസിൽ ഒരു വലിയൊരു ഇഷ്യൂ വരുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് അക്യൂട്ട് ഓൺ ക്രോണിക് ലിവർ ഫെയിലർ, ACLF. പല വ്യക്തികളിലും അവർക്ക് ലിവർ ഡിസീസ് ഉള്ളവരെ അവർ അറിയുന്നില്ല. ബിക്കോസ് ലിവർ ഡിസീസിൻ്റെ ആദ്യത്തെ ഫ്യൂ സ്റ്റേജസ് സിംറ്റംസ് ഇല്ല, അവൾ വളരെ സ്റ്റേബിൾ. ഈവൻ നിങ്ങളുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ആൾക്കാർ വേറെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതുപോലെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ അത് ലിവറിനെ ഹാം ചെയ്തിട്ട് ക്രോണിക് ലിവർ ഡിസീസ് സ്റ്റേബിൾ ആയിട്ടിരുന്നത് പെട്ടെന്ന് അൺസ്റ്റേബിൾ ആവും. അതിനാണ് അക്യൂട്ട് ഓൺ ക്രോണിക് ലിവർ ഫെയിലർ എന്ന് പറയുന്നത്, ACLF. ACLFിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര ഡെത്ത് റേറ്റ് ആണ് വിത്തൗട്ട് എ ട്രാൻസ്പ്ലാന്റ്. ബിക്കോസ്
അക്യൂട്ട് ലിവർ ഫെയിലർ ഉണ്ട്, നല്ല ഹെൽത്തി ലിവർ പെട്ടെന്ന് ഫെയിൽ ആകുന്നത്. ഇത് ക്രോണിക് സ്റ്റേബിൾ ലിവർ പെട്ടെന്ന് ഫെയിൽ ആകുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓർഗൻ ഫെയിലിയേഴ്സ് ഭയങ്കര ക്വിക്കാണ്. നമ്മൾ 1 വീക്ക് കാണുന്നു ലിവർ ഫെയിലർ, അടുത്ത വീക്ക് കിഡ്നി ഫെയിലർ, അതിൻ്റെ അടുത്ത വീക്ക് ബ്രെയിൻ ഫെയിലർ, അതിൻ്റെ അടുത്ത വീക്ക് പേഷ്യൻറ്റ് ലങ് ഫെയിലർ, ഓൺ വെന്റിലേറ്റർ, ഡെഡ്. അതാണ് ACLF. അപ്പോൾ ഇങ്ങനെ കുറേ പേഷ്യൻസിനെ നമ്മൾ കാണുകയുണ്ടായി. ഇവർ ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സേഫാന്നൊക്കെ പറഞ്ഞ് കഴിച്ച് അണ്ടർലൈങ് ലിവർ ഡിസീസ് അറിയാതെ കംപ്ലീറ്റ് ഐദർ ഡെത്ത് ഓർ ട്രാൻസ്പ്ലാന്റേഷൻ. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റഡിയാണ്. ഇത് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇൻഡസ്ട്രി ഫുള്ളി അണ്ടർ റെഗുലേറ്റഡ് ആണ്. നിങ്ങൾ മേടിക്കുന്നത് അഭിപത്തിൽ ലേഹ്യമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ തന്നെയാണെന്ന് ഒരു ഐഡിയയും കാണത്തില്ല. നിങ്ങൾ മേടിക്കുന്നത് ദശമൂലാരിഷ്ടമായിരിക്കും, പക്ഷെ അതിനകത്ത് ഉള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും കാണത്തില്ല. കംപ്ലീറ്റ്ലി അണ്ടർ റെഗുലേറ്റഡ്. അത് മാത്രമല്ല ഓൾമോസ്റ്റ് 1/3 ഓഫ് ദീസ് പ്രോഡക്ട്സിനകത്ത് മോഡേൺ മെഡിസിൻ കലർത്തിരുന്നു. അങ്ങനെയാണ് ഈ സാധനം വർക്കൗട്ട് ആകുന്നത്. മോഡേൺ മെഡിസിൻ ഇട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ ഇത് ഇഫക്റ്റീവ് ആണെന്നൊക്കെ പറയുന്നത്. ഇതിനെപ്പറ്റി പലരും എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഗവൺമെൻറ് ഒഴികെ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ വലിയ യൂണിവേഴ്സിറ്റീസിലൊക്കെ വന്ന നല്ല ലേഖനങ്ങളാണിത്. ഇത് ഫസ്റ്റ് മഗിൽ യൂണിവേഴ്സിറ്റിയാണ്, ആയുർവേദ ആൻഡ് ഹോമിയോ ലിവർ, ക്ലിയർ കട്ട്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഇല്ല. ഇവിടെ ഇപ്പോൾ ചോദിച്ചാലും ലിവർ ഇഞ്ചറി വരത്തില്ല എന്ന് പറഞ്ഞത്. ഒരു ടർമറിക് എക്സ്ട്രാക്ട് കഴിച്ചാൽ ലിവർ ഇഞ്ചറി വരും എന്നുള്ളതിൻ്റെ ഒരു പഠനം വന്നപ്പം ഇവിടെയല്ല, നമ്മുടെ കേരളത്തിലെ ഒരു ആയുർവേദ പ്രാക്ടീഷണർ ഒരു റീൽ ഇറക്കി ChatGPT വെച്ചിട്ട് ഹൗ ടർമറിക് ഹെൽപ്സ് ദ ലിവർ. ഒരു ChatGPT എന്ത് ചോദിച്ചാലും നമ്മൾ വേണ്ട സാധനം അത് പറയത്തുള്ളൂ. അതെപ്പോഴും ട്രൈസ് ടു പ്ലീസ് ദ ഹ്യൂമൻ. ഗോൾഡൻ റിട്രീവർ ഫിനോമിൻ എന്ന് പറയുന്നത്, പട്ടിയെ പോലെ അത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കി. പക്ഷേ ടർമറിക് സപ്ലിമെൻറ്റ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇവരെഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് ഒന്നും ലേഖനങ്ങളൊന്നുമില്ല. പക്ഷേ എവറിത്തിങ് കംസ് വിത്ത് ദ പ്രൈസ് അല്ലേ. അപ്പം കൊറോണ കാലത്ത് ഇതൊരു ഭയങ്കര എനിക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല, മെഷ് മെമ്പേഴ്സിനെ പറ്റി നന്നായിട്ട് അറിയാം. കൊറോണ കാലത്ത് നമ്മുടെ ഗവൺമെൻറ് ആർസനിക്കം ആൽബം കൊടുത്തിരുന്നല്ലോ, ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞ്. അതും എല്ലാവരിലല്ല, പിള്ളേരിലൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ശരിക്കും ആർസനിക്കം ആൽബത്തിനകത്ത് ആർസനിക്കും ഇല്ല, ആൽബവും ഇല്ല, ഒന്നുമില്ല. ഒന്നെങ്കിൽ പച്ചവെള്ളം, അല്ലെ മിൽക്ക് ഷുഗർ, ലാക്ടോസ്, അല്ലെ മദ്യം, അല്ലെ ആക്വ, ഇവരുടെ സ്റ്റൈലിൽ. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സും മാനുഫാക്ചറിങ് ഒക്കെ ഭയങ്കര അണ്ടർ റെഗുലേറ്റഡ് ആണ്. അപ്പോൾ ചിലതിനകത്തൊക്കെ ശരിക്കും ആർസനിക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ആർസനിക് ടോക്സിറ്റി അടിച്ച് വന്ന പേഷ്യൻസിനെ പറ്റിയുള്ള പഠനങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിരുന്നു, അല്ലാതെ ഞാൻ മാത്രമല്ല. കേസ് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഗവൺമെൻറ് എന്ത് അടിസ്ഥാനത്തിലാണ് ആർസനിക്കം ആൽബം പിള്ളേരിൽ കൊടുക്കുന്നത്? ഇറ്റ് ഈസ് കംപ്ലീറ്റ് നോൺസെൻസ്, ഇറ്റ് ഈസ് ഹാർമിങ്, വി ഹാവ് പ്രൂഫ് എന്ന് പറഞ്ഞു. ഇത് വർഷങ്ങളായിട്ട് കോടതി കിടക്കുകയാണ്, ആരും മൂവ് ചെയ്തിട്ടില്ല. എനിക്ക് ഈ ഒരു ഇൻസ്റ്റൻസോടെയാണ് എൻ്റെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ വക്കീലിന് കുറേ പൈസ കൊടുത്തു, 2-3 ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞു. ഏറ്റവും അവസാനം അന്നത്തെ വലിയ ജഡ്ജിമാരൊക്കെ ഇപ്പോൾ ഇല്ല, എന്ന് വെച്ചാൽ അവർ വിരമിച്ചു. അവരന്ന് പറഞ്ഞ കാര്യം എനിക്കിപ്പോൾ പറയാൻ പറ്റും. അവരന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിനെതിരെ ഞങ്ങളൊന്നും ചെയ്യത്തില്ല, അങ്ങനെ ഒരു ഓർഡർ പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി താഴോട്ട് പോയി. ഇൻ ദ സെൻസ് അവരെടുത്തേ ഇല്ല. ഈ കേസുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇത് 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസ് വന്നായിരുന്നെങ്കിൽ, ലോജിക്കൽ കൺക്ലൂഷൻ എത്തിയിരുന്നെങ്കിൽ, ഇന്ത്യയിലെ ഹോമിയോപ്പതി ഡെഡ്. എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. 2 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനാണ് PILൻ്റെ ഭാഗമായിട്ട്. ആർസനിക്കം ആൽബത്തിനകത്ത് ആർസനിക് ഉണ്ട്, പിള്ളേർക്ക് കൊടുത്ത ആർസനിക് ഇസ് നോൺ ആസ് കിങ് ഓഫ് പോയിസൺസ്, ഡേഞ്ചർ അല്ലേ? അപ്പോൾ ആയുഷ് മിനിസ്ട്രിയോട് ഗവൺമെൻറ് പറഞ്ഞു ഗിവ് എ റെസ്പോൺസ് ടു ഓൾ ദ ക്വസ്റ്റ്യൻസ്. പക്ഷേ ആയുഷ് മിനിസ്റ്റർ റെസ്പോൺസ് തന്നിട്ടില്ല കേട്ടോ. ബിക്കോസ് റെസ്പോൺസ് എങ്ങനെയായിരിക്കും? അവർ പറയും ഇതിനകത്ത് ആർസനിക് ഇല്ല, ആർസനിക്കം അല്ലാതെ ആർസനിക് ഇല്ല എന്ന് പറയും. അപ്പോൾ പിന്നെ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഒന്നില്ലാത്ത സാധനത്തിന് കൊടുക്കണം അല്ലേ? സിമ്പിളാണ്. ഈ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത ഹോമിയോപ്പതി ഡെഡാണ്. അത് കാരണം ഇവരിത് മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇതിപ്പോഴും ആർക്കെങ്കിലും എടുത്ത് ഒന്നുകൂടെ, എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ വി ഷുഡ് ട്രൈ എന്നാണ്. ഇത് പൊക്കിയെടുത്ത് ഇതിൻ്റെ ഫൈനലൈസ് ചെയ്താൽ ഇന്ത്യയിൽ ഹോമിയോപ്പതി ഇസ് ഗോൺ. ആയുസ് ആയിക്കോളും, എച്ച് കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട്, ഇങ്ങനെ ഒരു കേസ് പോയതിൻ്റെ ഭാഗമായിട്ട് റായ് ബറേലി UP ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരു പോലീസ് ഒരു ദിവസം എൻ്റെ OPD വന്നു. 2 days ട്രെയിൻ ജേണി എടുത്തിട്ട് 2 ദിവസം ട്രെയിനിലിരുന്ന് ഒരു പോലീസ് ഓഫീസർ, ഒരു UP-കാരൻ ഒരു ദിവസം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു, എന്താണ് സംഭവം? നിങ്ങൾക്കെതിരെ FIR കേസ്. ആര്? ഒരു ഹോമിയോപ്പതി പ്രാക്ടീഷണർ റായ് ബറേലി എന്ന്. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു BJP നേതാവാണ് ആള്. അപ്പോൾ എനിക്കെതിരെ കേസ് ആൾ അവിടെ ഇട്ടേക്കാണ്. അപ്പം എൻ്റെ അടുത്ത് അവിടെ വരാൻ പറഞ്ഞ് സമ്മൻസ് കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ആളിവിടെ എത്തി. ഒരു UP-കാരൻ, കഷ്ടമുണ്ട്.
ആൾ വന്ന് ഇരുന്നിട്ട് എന്നെ കൊണ്ട് ഭയങ്കര മൊഴിയെടുക്കലും കാര്യമൊക്കെ ചെയ്തിട്ട് ആൾ പോയി. അത് കഴിഞ്ഞ് കുറേ ഹോമിയോപ്പതിക്കാർ വന്നിട്ട് എൻ്റെ ലാബും ലാബ് മെമ്പേഴ്സിനെയൊക്കെ തല്ലാൻ വേണ്ടി ജീപ്പ് എടുത്തു വന്നു. നോർത്ത് കേരളയിൽ നിന്ന് കുറേ പേര് ജീപ്പ് എടുത്ത് കാട്ടാക്കടന്ന് പോലീസും നോർത്ത് കേരളത്തിൽ നിന്ന് ഹോമിയോപ്പതിക്കാരാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് ജീപ്പിൽ വന്നിട്ട് എൻ്റെ ലാബിനെ മെമ്പേഴ്സ്, ഞാൻ ഈ അനാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ലാബായിരുന്നു. അതേ പ്രതീതിക്ക് ആ ലാബ് എനിക്ക് മാറ്റേണ്ടി വന്നു. ബിക്കോസ് അവരെ മാൻ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി ഇവർ. അപ്പം ലാബ് സേഫ്റ്റി കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ലാബ് ആർക്കും അറിയത്തില്ല ഏതാണെന്ന്. നമ്മൾ ലാബുകൾ മാറ്റിക്കൊണ്ടിരിക്കും അവരെ ഹരാസ് ചെയ്യിക്കാൻ വേണ്ടി. ഇതാണ് ഞാൻ അന്ന് ആ UP പോലീസിന് എഴുതി കൊടുത്ത എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ എഴുതി, ഞാനൊരു ഡോക്ടറാണ്, സയൻറ്റിസ്റ്റാണ്, ഇത് സയൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്ത പിയർ റിവ്യൂഡ് പേപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തപ്പം പുള്ളി ഒരു സൈനൊക്കെ എടുത്തിട്ട് പുള്ളി പോയി. അടുത്ത ട്രെയിൻ എടുത്ത് 2 ദിവസം ട്രാവൽ ചെയ്ത് തിരിച്ച് റായ്ബറേലിയിൽ പോയി. ഇപ്പം എനിക്ക് റായ്ബറേലിയും ഇപ്പം വക്കീലന്മാരുണ്ട് ഓൾ ഓവർ ഇന്ത്യ. അപ്പം ഇതാണ് എനിക്ക് ഇത്ര നാളൊക്കെ കിട്ടിയ ഗിഫ്റ്റുകൾ. ഇതെല്ലാം ക്രിമിനൽ ആൻഡ് സിവിൽ ഡിഫമേഷൻ, പോലീസ് FIR, ലീഗൽ നോട്ടീസസ് എല്ലാം ആണ്. ഇതിനു വേണ്ടി സ്പെഷ്യൽ ഒരു ഷെൽഫ് എൻ്റെ വൈഫ് തന്നിട്ടുണ്ട് വീട്ടിൽ വെക്കാൻ. അപ്പോൾ ഇത് ഇങ്ങനെ കൂടി കുമിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ പ്രൈസ് വി പേ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇത് പബ്ലിക്കിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, പബ്ലിക് പേയ്സ് ദ പ്രൈസ് ഫോർ മിസ്ഇൻഫോർമേഷൻ. ഇത് കണ്ടോ, ഇതൊരു ചെറിയ റിപ്പോർട്ടാണ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. ആ താഴെ കാണുന്നതാണ് പൂവരശ് എന്ന് പറയുന്ന ലീഫാണ്. ഇത് ഡയബറ്റീസ്, ഇൻസുലിൻ പെട്ടെന്ന് കുറയ്ക്കുന്നവർ കൊടുക്കുന്നതാണ്. ഇത് കഴിച്ച പേഷ്യൻറ്റിൻ്റെ ലിവറാണ് അപ്പുറത്ത് കാണുന്നത്. ഡയബറ്റീസ് കുറഞ്ഞു, എങ്ങനെയാണെന്നറിയോ? ലിവർ ഫെയിലർ കാരണം. ലിവറിനകത്തു നിന്നാണ് ഷുഗർ വരേണ്ടത്. ലിവർ സെൽസ് ഇല്ലെങ്കിൽ എവിടെ നിന്ന് ഷുഗർ വരും? അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ പിന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നു വിത്ത് ട്രാൻസ്പ്ലാന്റ്. ഇങ്ങനത്തെ ഈ സാധനമൊക്കെ കഴിച്ചിട്ടാണ്. അപ്പം ഇതൊരു നല്ല സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. ബട്ട് വി ആർ കമ്മിങ് ടു ദ എൻഡ്. അപ്പം നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളെല്ലാം അതിൻ്റെയൊക്കെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് റിലീജിയനാണ്, അവർ ബിലീഫ്സ്. ഇപ്പം ഞാൻ ബോൺ കാത്തലിക് ആണ്, എൻ്റെ ചോയ്സ് അല്ല. എൻ്റെ പേര് സിറിയ കാബി ഫിലിപ്സ് എന്നാണ്, എൻ്റെ ചോയ്സ് അല്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആൻറ്റി നാഷണലാണ്, പാകിസ്ഥാനിയാണ്, ചൈന ഏജൻ്റാണ്. നമ്മുടെ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചൈന ഏജൻ്റായി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. ബട്ട് ദീസ് ആർ നോട്ട് അവർ ചോയ്സസ്. പക്ഷേ വാട്ട് വി ക്യാൻ ചൂസ് ഹ്യൂമാനിസം ഓവർ റിലീജിയൻ. ഐ തിങ്ക് ഡോക്ടർമാർ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്ന എത്തിയിസ്റ്റുകളായിരിക്കണം എന്നാണ്, അറ്റ്ലീസ്റ്റ് ഹ്യൂമനിസ്റ്റുകളായിരിക്കണം എന്നാണ്. ഇമാതിരി ഇപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു രാവിലെ CR എൻ്റെ അടുത്തൊരു കാര്യം ഷെയർ ചെയ്യുണ്ടായി. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏതൊരു മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റെഫർ ചെയ്തേക്കുന്നത് ട്രിവാൻഡ്രം ആയുർവേദ കോളേജിലോട്ടാണ്. വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഇപ്പോൾ ഡോക്ടർമാരെയാണ് ശരിക്കും നമ്മളിത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇറാഷണൽ ബിലീഫ്സ് ഇൻ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ. സൂഡോ സയൻസിൻ്റെ ഒരു വലിയ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇതുങ്ങളിങ്ങനെ തഴച്ചു വളരുന്നു? അതിൻ്റെ ഒരു വലിയ കാരണമാണ് അവരുടെ ഇമോഷൻസ്. അതായത് അവരുടെ നീഡ്സ് ഞാൻ പറഞ്ഞു, അവരുടെ വാണ്ടും നീഡും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ പേഷ്യൻസിൻ്റെ വാണ്ട്സ്, അപ്പോൾ പേഷ്യൻറ്റിന് ഒരു കമ്പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ കേൾക്കാനും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കേൾക്കാനും ഒരു ജഡ്ജ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ കേൾക്കാനുമാണ് താല്പര്യം ഡോക്ടേഴ്സിൽ നിന്ന്. പക്ഷേ പല ഡോക്ടർമാർക്കും അത് ഇക്കാലത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതൊരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് ഇവന്മാർ ഫില്ല് ചെയ്യും. ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സ് പേഷ്യൻസായിട്ട് സംസാരിക്കുന്നിട്ടുണ്ടോ? ഒരു മിനിമം 1.5 മണിക്കൂർ എടുക്കും. എപ്പോൾ കിടന്നുറങ്ങി, എങ്ങനെ കിടന്നുറങ്ങി, ഏത് സൈഡിൽ കിടന്നുറങ്ങി, രാത്രി മൂത്രം ഒഴിക്കാൻ എഴുന്നേറ്റോ, അച്ഛൻ എന്ത് ചെയ്യുന്നു, എവിടെ പഠിക്കുന്നു, ഇങ്ങനെ ചോദിച്ച് ഇവർ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് പറഞ്ഞിട്ട് ഉളത്തരം കൊണ്ടുവന്നിട്ടാണ് ഈ സാധനം എഴുതി കൊടുക്കുന്നത്. പക്ഷേ പേഷ്യൻറ്റിന് ഭയങ്കര സംഭവമാണ്. അതായത് ആ മോഡേൺ മെഡിസിൻ ഡോക്ടർ പേഷ്യൻ്റെ പേര് പോലും ചോദിച്ചില്ല. പക്ഷേ ഇദ്ദേഹം എൻ്റെ ആ മുത്തശ്ശൻ്റെ അച്ഛൻ്റെ ഒക്കെ പേര് ചോദിച്ച്. ഭയങ്കരമല്ലേ ഇമോഷണൽ നീഡ്സ്, അത് ഇവർ കേറ്റർ ചെയ്യുന്നു. അതുകൊണ്ടാണ് സൂഡോ സയൻസ് ഇസ് വെരി പവർഫുൾ ഇൻ ദാറ്റ്. നമ്മുടെ മോഡേൺ സയൻസ് ബേസ്ഡ് പ്രാക്ടീഷണേഴ്സ് ഇതൊക്കെ ചെയ്തുണ്ടല്ലോ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഡൈ ഡൗൺ ചെയ്യും ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന സാധനം തന്നെ. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടിലൊരു വലിയ ഇഷ്യൂ ഇതാണ്. ബിക്കോസ് വി ആർ സോ റിലീജിയസ്ലി ബൗണ്ട് നാട് നീളെ. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു മെയിൻ പ്രയോറിറ്റി. ഇത് പ്രയോറിറ്റി ആകുന്തോറും ഈ സൂഡോ സയൻസ് ഇവിടെ നന്നായിട്ട് വളരും. അപ്പോൾ അവിടെ റൂട്ടിൽ നിന്ന് തന്നെ, ഇതാണ് റൂട്ട് കോസ്, ഈ റൂട്ടിൽ നിന്ന് തന്നെ നമ്മൾ അതിനെ കളയാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആയുഷിൻ്റെ ലോഗോ ഒന്ന് മാറ്റി കേട്ടോ. ഇതാണ് കോമൺ സെൻസ് ഇസ് നോട്ട് എ ഗിഫ്റ്റ്, ഇറ്റ് ഈസ് എ പണിഷ്മെൻറ്റ്, ബിക്കോസ് യു ഹാവ് ടു ഡീൽ വിത്ത് എവരി വൺ ഹു ഡസൻറ്റ് ഹാവ് ഇറ്റ്. ഇതാണ് ആയുഷിൻ്റെ എൻ്റെ ലോഗോ. ദിസ് ഇസ് ദ ഹോൾ മിനിസ്ട്രി ആൻഡ് ഹോൾ പ്രാക്ടീഷണേഴ്സിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണത്. ഇനി നമ്മൾ എന്തിനു ചെയ്യുന്നു? ഇപ്പം എൻ്റെ അടുത്ത് ഹോമിയോപ്പതിക്കാർ ആയുർവേദക്കാരൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ, OPD പേഷ്യൻ്റ് ഇല്ലേ,
ഞങ്ങളുടെ നിങ്ങളുടെ ബിസിനസ് കുറയുന്ന കാരണമല്ലേ നിങ്ങൾ ഇത് ഞങ്ങളെപ്പറ്റി പറയുന്നതെന്നൊക്കെയാണ് അവരുടെ ഒരു ബാലിശമായ ആർഗ്യുമെൻറ്റ്. നമ്മളൊക്കെ ഇത് എന്തിനു ചെയ്യണം? ഹോൾ ഐഡിയ ഈസ് പ്രിവെൻറ്റേറ്റീവ് കെയർ. ഇവർ ഈ പറയുന്നവർ റൂട്ട് കോസ് എന്ന് അവർക്കറിയത്തില്ല, അത് കണ്ടുപിടിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. ഈ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് നമ്മൾ വിടുമ്പോൾ ഇതുപോലുള്ള പേഷ്യൻസ് നമ്മളോട് തിരിച്ചു വരാൻ പാടില്ല. ദാറ്റ് ഈസ് എ ഹോൾ ഐഡിയ ഓഫ് ബീങ് എ ഡോക്ടർ. അപ്പം നമ്മൾ പ്രിവെൻറ്റേറ്റീവ് കെയറും അവോയ്ഡബിൾ ഹാംസും പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതാണ് ഇവിടുത്തെ ഹോൾ. അതാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ഉണ്ടെങ്കിലേ ഹോപ്പ് ഉള്ളൂ. ഹോപ്പ് ഉണ്ടെങ്കിലേ പീപ്പിൾ ഹാവ് എവറിത്തിങ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സയൻറ്റിസ്റ്റുകൾക്ക് ഒരിക്കലും മിസ്ഇൻഫർമേഷൻ കാണുമ്പം അത് വെറുതെ വിടാൻ പാടില്ല. അത് നേച്ചറിൽ വന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ കംപ്ലീറ്റ്ലി അബൈഡ് ബൈ ഇറ്റ്. ഇത് നമ്മൾ ചെയ്യണം. എല്ലാ ഡോക്ടറും എല്ലാ സയൻസ് ബേസ്ഡ് പ്രാക്ടീഷണർ, ഇപ്പം ഞാൻ ഡോക്ടർ മാത്രമല്ല, സ്റ്റെം, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ്. ആയുഷ് എന്ന് പറയുന്നത് സ്റ്റെം അല്ല. സ്റ്റെം അവർ കുറേ സ്റ്റെമ്മൊക്കെ യൂസ് ചെയ്യും, പക്ഷേ അവർ സ്റ്റെം അല്ല. ഈ സ്റ്റെം ഉള്ള എല്ലാവരും ഇതിനെ രൂക്ഷമായിട്ടും ഭയങ്കര സ്ട്രോങ് ആയിട്ടും പബ്ലിക്കിനും പേഷ്യൻസിനും വേണ്ടിയും ഫൈറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഭയങ്കര ചേഞ്ച് വരും നമ്മുടെ നാട്ടിൽ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് സ്ലൈഡ്, ഞാനൊരു ബുക്ക് എഴുതി. ഈ ബുക്ക് ബേസിക്കലി നോൺ ഫിക്ഷൻ നറേറ്റീവാണ്. ഇതുപോലുള്ള പല കഥകളും ഇതിനകത്തുണ്ട്. ഒരു സെക്ഷനുണ്ട് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിനെ പറ്റി മാത്രം. പക്ഷെ അതല്ലാതെ ജനറലായിട്ട് നമ്മളുടെ പേഷ്യൻസിനും നമ്മുടെ പേഷ്യൻസിൻ്റെ ഫാമിലി, ഇപ്പം ഞാൻ അവരുടെ കൂടെ എടുത്ത ആ ജേണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ജേണിയെ പറ്റി സംസാരിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ബുക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കമ്പാനിയനാണ് ഈ ബുക്ക്. വെറുതെ വായിച്ചു വിടാൻ രസമൊന്നുമില്ല കേട്ടോ. ഇറ്റ്സ് ലോട്ട് ഓഫ് ഗ്രീഫ് ആൻഡ് ഡെത്ത് ആൻഡ് എവരിതിങ്. പക്ഷേ എനിക്കിത് എഴുതാൻ ഭയങ്കര ഒരു കത്താർട്ടിക് ഫീലിംഗ് ആയിരുന്നു. കുറേ എന്തൊക്കെ ഇറക്കി വെച്ചൊരു ഫീലിംഗ് ആയിരുന്നു ഈ ബുക്ക് എഴുതിയപ്പം. അപ്പം നിങ്ങൾക്കും ആ ഫീലിംഗ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ബുക്സ് അവൈലബിൾ ആണ്. സൈൻഡ് കോപ്പീസും ഞാൻ തരുന്നതായിരിക്കാം. അപ്പം ഇഫ് യു ലൈക്ക് പ്ലീസ് ഗെറ്റ് ദിസ് ആൻഡ് റീഡ് ഇറ്റ്. എന്നിട്ട് നിങ്ങളുടെ റിവ്യൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. ഫസ്റ്റ് ഓഫ് ഓൾ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു എഫേർട്ടാണ് ഡോക്ടർ എടുക്കുന്നത്. സോ നമ്മുടെ എല്ലാവരുടെയും കൺഗ്രാറ്റ്സ് ആൻഡ് ബെസ്റ്റ് വിഷസ്. ദെൻ എനിക്കൊരു കുറേ ഉള്ളത്, ഇപ്പോൾ നമുക്കിപ്പോൾ ജുഡീഷ്യൽ സിസ്റ്റത്തിന് നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. IMA പോലത്തെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന് നാഷണൽ ലെവലിൽ എന്തെങ്കിലും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കോൺട്രിബ്യൂട്ട് ചെയ്യാം ഇൻ ദ സെൻസ് ആയുഷ് ഉണ്ടാക്കി വെക്കുന്ന ഈ പ്രശ്നങ്ങൾ, ആയുഷിലെ ഈ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ ഒരു ഒഫീഷ്യൽ ലെവലിൽ മീൻസ് പ്രോപ്പർ വേയിൽ ഇത് തിരിച്ച് എല്ലാവർക്കും ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു മെക്കാനിസം ഇല്ലേ? ഇപ്പോൾ ഗവൺമെൻറ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു ശരിയാണ്, മനസ്സിലായി, ആയുഷിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് എഡ്യൂക്കേറ്റഡ് ആവുകയാണെങ്കിൽ ഇതൊരു ജനവികാരമായിട്ട് മനസ്സിലാക്കി ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു ഇതാവത്തില്ലേ? ഒരുപാട് പേര് അറിഞ്ഞൂടാതെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ IMA പറ്റി സംസാരിക്കുമ്പം 2-3 പോയിന്റ്സ് എനിക്ക് ശരിക്കും എടുത്ത് പറയാനുണ്ട്. ഒന്ന്, IMA എന്ന് പറയുന്ന ഒരു ഡോക്ടേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷനാണ്. ഇറ്റ് ഈസ് നോട്ട് എ സയൻറ്റിഫിക് ബോഡി. അപ്പം IMAയുടെ ഒരു കാര്യമുണ്ട്. IMA മിക്സോപ്പതി എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് വലിയ സംഭവമൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ. മിക്സോപ്പതി പാടില്ല. അതായത് ഇപ്പോൾ ഈ ആയുർവേദ പ്രാക്ടീഷണേഴ്സിന് സർജറി ചെയ്യാം, അവർക്ക് ഒഫ്താൽമോളജി സർജറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോഴ്സ് ഇറങ്ങിയപ്പം IMA പറഞ്ഞു വി ഡോണ്ട് വാണ്ട് മിക്സോപ്പതി എന്ന് പറഞ്ഞു. അതിനകത്ത് അവർ ക്വാക്കറി ആൻഡ് ക്വാക്സിനെയൊക്കെ നിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി. പക്ഷേ ആ ക്വാക്കറി ആൻഡ് ക്വാക്സിനകത്ത് അവർ കൊടുത്ത ഡെഫിനിഷൻ അവർ വെബ്സൈറ്റിൽ പോയി നോക്കണം. അവർ ഇന്ത്യയിലെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ എല്ലാവരെയും ഡോക്ടറായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഓൾസോ ഇൻക്ലൂഡ്സ് ആയുഷ്. അപ്പോൾ IMAയുടെ സ്റ്റാൻസ് അവിടെ ശരിയല്ല, അവർക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ IMAക്കകത്ത് തന്നെ ഇഷ്ടംപോലെ ആയുഷ് അപ്പോളജിസ്റ്റ്സ് ഉണ്ട്, കുറേ സിമ്പത്തൈസേഴ്സ് ഉണ്ട്. അവർ പൊളിറ്റിക്കലാണ് കൂടുതലും. WHO ചെയ്യുന്ന മാതിരിയാണ്. WHO ഇന്ന് ഒരു 2 ആഴ്ച മുമ്പ് ഒരു വലിയൊരു പോസ്റ്റർ ഇറക്കി, ബെനിഫിറ്റ്സ് ഓഫ് സയൻസ് ഓഫ് അക്യുപഞ്ചർ. അത് കണ്ട് ഞാനൊന്ന് ഇരുന്നു പോയി കുറച്ച് നേരത്തേക്ക്. ബെനിഫിറ്റ്സ് ഓഫ് സയൻസ് ഓഫ് അക്യുപഞ്ചർ എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ പൊളിറ്റിക്കലാണ്. അപ്പോൾ IMA ഐ തിങ്ക് മോർ പൊളിറ്റിക്കൽ. ഇവർക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോലുള്ള ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓട്ടോണമസ്ലി തിങ്കിങ് റാഷണൽ സൊസൈറ്റീസിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ 1-2 പേര് ആയുഷ് പിന്നെ ഗട്ട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഒരാൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മനോജ് ജോൺസൺ ഒക്കെ ഗട്ട് ട്രീറ്റ്മെൻറ്റ്, അതാണ് മനോജ് ജോൺസൺ ഗട്ട് ട്രീറ്റ്മെന്റ് മാത്രമല്ല, ഗട്ട് PhD എന്ന് പറയുന്നത്. ഗട്ട് PhD ഫുൾ ഗട്ടിൽ ഫുൾ PhD എന്ന്. പിന്നെ ഒരു വിമർശനം നടത്തി കഴിഞ്ഞ് എന്നെ വിമർശിക്കുന്നവർക്ക് എന്തുവാണോ പറഞ്ഞാൽ എൻ്റെ ബിസിനസ് കൂടത്തേ ഉള്ളൂ എന്നൊക്കെയാണ്
പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അത് വിക്ടിം കാർഡ് പ്ലേയിങ് എന്ന് പറയും. മനോജ് ജോൺസിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. കിടന്ന കരയും അല്ലോപ്പതിക്കാരനെ കൊല്ലാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഗട്ടിനെ പറ്റി ഞാൻ പറയാമായിരുന്നു. ഈ ഇവിടെ പല പല തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇതിപ്പം മോഡേൺ മെഡിസിൻ മേഖലയിലും ഉണ്ട് ഈ ഗട്ട് തട്ടിപ്പ്, ഓൾട്ടർനേറ്റീവ് മെഡിസിനും ഉണ്ട്. ഇവർ ഈ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ഗട്ട് വെൽനെസ് ഒക്കെ പറഞ്ഞിട്ട് കുറേ പാനൽ ഓഫ് ടെസ്റ്റ് ചെയ്യും, സ്റ്റൂൾ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സപ്ലിമെൻറ്റ്സ് പ്രോബയോട്ടിക്സ് ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് കംപ്ലീറ്റ്ലി റോങ് ആണ്. ഞാനൊരു ഗട്ട് മൈക്രോബയോം റിസർച്ചറാണ്. ഞാൻ ആക്റ്റീവായിട്ട് സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റേഷനും ഗട്ട് മൈക്രോബയോം റിസർച്ച് ചെയ്യുന്നവരാണ്. എൻ്റെ അടുത്ത് ഗട്ട് മൈക്രോബയോനെ പറ്റി ഡെഫിനറ്റീവായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ദാറ്റ് കോംപ്ലെക്സ്. പക്ഷെ അത് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഗട്ട് ഹെൽത്തും ഗട്ട് വെൽനെസ്സിനെ പറ്റിയൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഫ്രോഡുലൻറ്റ് പ്രാക്ടീസാണ്. ഹായ് ഡോക്ടർ. സോ ഞാൻ ഇപ്പം ഈ ഇടയ്ക്ക് കാണാൻ തുടങ്ങിയത് ലൈക്ക് ദർ ഈസ് ലോട്ട് ഓഫ് IV drip treatments, the new thing that have started. I know it is not ideal to inject any type of liquid into your body without any consultation or without any reason. So അത് ഒരു ട്രെൻഡായി മാറുക, and I think that is kind of a fad only, like kind of another pseudo-scientific thing that is coming up. ഇത് ആക്ച്വലി US-ലൊക്കെ നടക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഇന്ത്യയിൽ പച്ചപിടിച്ച് വരികയാണ്. ഇതിന് വെറും IV ഡ്രിപ്പ് എന്നല്ല പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് എ IV കോക്ടെയിൽ കഫേ, IV കോക്ടെയിൽ ലൗഞ്ച് എന്നൊക്കെ പറയുന്നത്. ഇവർ ബേസിക്കലി കുറേ IV ഫ്ലൂയിഡ്സിനകത്ത് വിറ്റമിൻസും മിനറൽസും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതെടുത്താൽ മെറ്റൽ കീലേഷൻ, ഡീറ്റോക്സിഫിക്കേഷൻ ഒക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് പലർക്കും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ സെലിബ്രിറ്റീസാണ്. അവരിതൊന്നും എടുക്കുന്നില്ല, ബട്ട് ദേ വിൽ ഗോ ഫോർ ദ മണി. അവരിതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പൈസ എടുത്തിട്ട് ചുമ്മാ അവിടെ ഇങ്ങനെ ഈ സാധനം ഒട്ടിച്ചിങ്ങനെ ഇരുന്നുള്ള റീലൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ പറ്റിക്കും. അതുപോലെ തന്നെ ഓക്സിജൻ ബാഴ്സ് ഉണ്ട്, ഫ്ലേവേർഡ് ഓക്സിജൻ എടുത്ത് ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്ന ബാഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊന്നും ഓൾട്ടർനേറ്റീവ് മെഡിസിൻ വരുന്നതല്ല. ഇറ്റ് കംസ് അണ്ടർ വെൽനെസ്. വെൽനെസ് എന്ന് പറയുന്ന വലിയൊരു ഉടായ്പ സംഭവമുണ്ട്, വെൽനെസ്. ആ വെൽനെസ് ഇൻഡസ്ട്രിയുടെ കുറേ കാര്യങ്ങൾ സയൻസ് സൗണ്ടിങ് ആണ്. ഇപ്പം വിറ്റമിൻ ഡ്രിപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ വിറ്റമിൻ ഡ്രിപ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പം എൻ്റെ പേഷ്യൻസിൽ സിവിയർ ആൽക്കഹോൾ റിലേറ്റഡ് ബ്രെയിൻ ഡിസീസ് ഉണ്ട്, വെർണിക്കേസ് എൻസെഫലോ എന്ന് പറഞ്ഞ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഹൈ ഡോസ് ഓഫ് IV thymine ആണ്. അത് കൊടുത്താലാണ് അവർ ശരിയാവുള്ളൂ, ആ ബ്രെയിൻ ഡിസീസ് ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ വിറ്റമിൻ ഡ്രിപ്സ് ഉണ്ട്. സോ വിറ്റമിൻ ഡ്രിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലെജിറ്റ് ടേം. പക്ഷേ അത് വെച്ചിട്ട് ഇവർ ചെയ്യുന്നത് ലെജിറ്റ് സാധനങ്ങളല്ല, ദർ ഓൾ ക്ലെയിംസ്. പക്ഷേ ചിലതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതിനെപ്പറ്റി ഇഷ്ടംപോലെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പീപ്പിൾ ഹു ഹാവ് ഡെവലപ്പ് സിവിയർ കാർഡിയാക് ടോക്സിറ്റി. അതായത് ഈ IV ഡ്രിപ്പ് കൊടുക്കുമ്പോൾ ലാർജ് ഫ്ലൂയിഡ് എമൗണ്ട് പോകുന്നു, പല പല തരത്തിലുള്ള സോഡിയം പൊട്ടാഷ്യം ഡ്രിപ്സ് കൊടുക്കുമ്പോൾ ഹാർട്ട് റേറ്റ്, ഹൃദയത്തിനുള്ള പ്രോബ്ലംസ് വരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ റിപ്പോർട്ടഡ് ഔട്ട്കംസും ഉണ്ട് ഇതിനകത്ത്. വെരി ഡേഞ്ചറസ്. Is it going to get regulated anytime soon? Nothing Sorry, is not going to get regulated, but government will put more money to study that, most probably. thank you. എൻ്റെ ചോദ്യം ഇതാണ്, IIT-കൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫാൾസ് ഫാബ്രിക്കേറ്റഡ് സ്റ്റഡീസ് വരുന്നു എന്ന് പറയുന്നത് വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിന് ഫണ്ട് അനുവദിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഇവർ പബ്ലിഷ് ചെയ്യുന്ന പേപ്പേഴ്സ് വെരിഫൈ ചെയ്യാനും ഒരു ജെനുവിൻ പേപ്പറാണെന്ന് എൻഷുർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൊണ്ടുവരാൻ സർക്കാരിന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഞാൻ ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിന് ഉള്ള പബ്ലിക്കേഷന് വേണ്ടി മാത്രമല്ല പറയുന്നത്, അല്ലാതെ സയൻസ് ബേസ്ഡ് പബ്ലിക്കേഷൻസിനും ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ട്. പിയർ റിവ്യൂ ബ്രോക്കൺ ആണ്. അത് ഒരു ഭയങ്കര ഒരു 100% അക്യുറേറ്റ് അല്ല. ഇതുപോലത്തെ പേപ്പേഴ്സ് പലതും മോഡേൺ മെഡിസിൻ ഇതിനകത്തൊന്നും റിട്രാക്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഗവൺമെൻറ് അല്ല ഇതിനെ റെഗുലേറ്റ് ചെയ്യേണ്ടത്. ഈ പേപ്പർ എന്താണെന്ന് ഗവൺമെൻറ് ഒന്നും വായിച്ചറിയത്തില്ല. പക്ഷേ ഈ പേപ്പർ വിടുന്ന ജേർണൽ ഉണ്ടല്ലോ, ആ ജേർണലിലെ പിയർ റിവ്യൂവേഴ്സിന് കറക്റ്റായിട്ട് ഇതെന്താണെന്ന് അറിയണം. അവരാണ് ഇതിനെ നന്നായിട്ട് പിയർ റിവ്യൂ ചെയ്യാതെ വിടുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. അപ്പം ആ ലെവലിലായിരിക്കണം ഇത് ശരിക്കും പിടിക്കേണ്ടത്. പക്ഷെ അത് പിടിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ലെവലിൽ പിടിക്കുന്നത്. അതാണ് പോസ്റ്റ് പബ്ലിക്കേഷൻ പിയർ റിവ്യൂ. നമ്മളെപ്പോലുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ അതിനെപ്പറ്റി സംസാരിച്ച് നോക്കി കണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ജേർണലിനെ അറിയിക്കുമ്പോൾ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഈ പ്രശ്നങ്ങളൊക്കെ വസ്തുതാപരമാണോ എന്ന് നോക്കിയിട്ട് അതിനെ റിട്രാക്ട് ചെയ്യും. അപ്പം അങ്ങനെ പബ്ലിഷിംഗ് റിട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം വളരെ കോമൺ ഒരു എലമെൻ്റ് ആണ് പബ്ലിക്കേഷൻസിൽ. പക്ഷെ അതിനകത്ത് ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റില്ല.